ലക്ഷ്യ ട്യൂഷൻസിന്റെ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് 10ാം ക്ലാസ്സിലെ ബയോളജി ചാപ്റ്റർ 1ന്റെ സെക്കൻഡ് പാർട്ടാണ് എടുക്കുന്നത്. എല്ലാവരും ഫസ്റ്റ് പാർട്ട് കണ്ടു എന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് പാർട്ടിൽ നോക്കാം. ജീനിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. നമ്മൾ ഓൾറെഡി എന്തൊക്കെയാ പഠിച്ചെന്ന് ഓർക്കുന്നുണ്ടല്ലോ. DNA സ്ട്രക്ചർ പഠിച്ചു, DNA എങ്ങനെയാണ് ക്രോമോസോം ആയിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നതെന്ന് പഠിച്ചു, ഹിസ്റ്റോൺ മോളിക്യൂൾസും ന്യൂക്ലിയോസും നമ്മൾ അവിടെയാണ് നോക്കിയത്. അത് കഴിഞ്ഞ് ക്രോമോസോം നമ്പേഴ്സ് നോക്കി, ക്രോമോസോം എന്തൊക്കെയാണെന്ന് നോക്കി, എത്ര ടൈപ്പ് ക്രോമോസോം ഉണ്ടോ എന്ന് നോക്കി. ഇതൊക്കെയാണ് നമ്മൾ ഇനിഷ്യലി ഇൻട്രൊഡക്ഷൻ പോർഷനിൽ നോക്കിയത്. ഇനി നമ്മൾ ഇതിൽ ഈ സെക്കൻഡ് പാർട്ടിൽ നോക്കുന്നത് ജീനാണ്. ജീൻ എന്താണ് ജീൻ എന്ന് വെച്ചാൽ DNA ഒരു പോർഷനെ വിളിക്കുന്ന പേരാണ് ജീൻ. ക്ലിയർ ആണോ? DNA ഒരു പോർഷനാണ് ജീൻ. നോക്കിക്കേ, ജീൻ ഇസ് എ സ്പെസിഫിക് സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഇൻ DNA. പ്രോട്ടീനിനെ കോഡ് ചെയ്യുന്നതായിട്ടുള്ളതോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായ പ്രോട്ടീൻസിനെ കോഡ് ചെയ്യുന്ന DNA പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ജീൻ എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് ഈ പിക്ചറിൽ ക്ലിയർ ആയിട്ട് കാണാം. ഇവിടെ ഒരു സെല്ലുണ്ട്, സെല്ലിനകത്ത് ന്യൂക്ലിയസ് കാണുന്നുണ്ട്. ന്യൂക്ലിയസിനകത്ത് DNA നമുക്ക് കാണാം. ഇത്രയും ലോങ് റണ്ണിൽ DNA പോകുന്നുണ്ട്. അതിൽ ഈ ഒരു റീജിയൻ ആണ് എന്തായിട്ട് കാണിച്ചേക്കുന്നത്? DNA. ഇതൊരു സെഗ്മെന്റ് ജീനായിട്ട് കാണിച്ചേക്കുന്നത്. ഈ ഒരു സെഗ്മെന്റ് ആണ് എന്തായിട്ട് കാണിച്ചേക്കുന്നത്? ജീനായിട്ട് കാണിച്ചേക്കുന്നത്. DNA ഒരു സീക്വൻസ് ആണ്, ഒരു സ്പെസിഫിക് സീക്വൻസ്. എല്ലാ സീക്വൻസിനും അല്ല പറയുന്നത്, ഒരു സ്പെസിഫിക് സീക്വൻസിനെ മാത്രം നമ്മൾ എന്ത് വിളിക്കുന്നുള്ളൂ? ജീൻ എന്ന് വിളിക്കുന്നു. നമ്മൾ പഠിച്ചില്ലേ, ATGC. അങ്ങനെ ഒരു കുറച്ച് പോർഷൻ ഉണ്ടെങ്കിൽ ഒരു സീക്വൻസ്, ഇത്ര ലെങ്തിലുള്ള ഒരു സീക്വൻസിനെ നമ്മൾ എന്ത് വിളിക്കുക? ജീൻ എന്ന് വിളിക്കുക. ഓക്കെ, ഇനി ജീൻ എന്തിനാണ്? ജീൻ എന്ന് പറയുന്നത് DNA ഒരു സീക്വൻസ് ആണ് നമ്മൾ പറഞ്ഞു. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ബ്ലഡിനകത്തുള്ള ഒരു പ്രോട്ടീൻ ആണ് ഹീമോഗ്ലോബിൻ. അതിന്റെ ഗ്ലോബിൻ പാർട്ട് എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ ആണ്. ഈ പ്രോട്ടീൻ നമുക്ക് ബ്ലഡിൽ ആവശ്യമാണ്. സോ ബ്ലഡിൽ ആവശ്യമുള്ള സമയത്ത് ഈ ഗ്ലോബിൻ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഇതിനെ കോഡ് ചെയ്യുന്ന ജീൻസ് എവിടെയാണുള്ളത്? സെല്ലിനകത്ത്, ന്യൂക്ലിയസിനകത്ത്, DNA-ക്കകത്ത് ഒരു സീക്വൻസ് ആയിട്ട് ഇരിക്കുവാണ്. ഇനി ഈ ജീനാണ് നമുക്ക് എന്തായിട്ട് മാറേണ്ടത്? ഗ്ലോബിൻ പ്രോട്ടീൻ ആയിട്ട് മാറേണ്ടത്. സോ പ്രോട്ടീൻ സിന്തസിസ് നമുക്ക് ആരാവശ്യമുണ്ട്? ജീൻ. അല്ലെങ്കിൽ ജീൻ ആണ് എന്തായിട്ട് മാറുക? പ്രോട്ടീൻ ആയിട്ട് മാറുക. ക്ലിയർ ആണ്? അപ്പോൾ ജീൻ എങ്ങനെയാണ് പ്രോട്ടീൻ ആവുക എന്നാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ദാറ്റ് ഈസ് കോൾഡ് പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തസിനകത്ത് മെയിൻലി 2 സ്റ്റെപ്സ് ആണുള്ളത്: ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ. ഈ 2 പ്രോസസ്സാണ് പ്രോട്ടീൻ സിന്തസിസിൽ നമ്മൾ പഠിക്കേണ്ടത്. സോ എന്താണ് അത് ആദ്യം ഒരു പ്രോസസ്സ് പറഞ്ഞുതരാം, പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നോക്കിക്കേ, നമ്മുടെ DNA ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പിക്ചറിൽ സെല്ലിനകത്ത് പർപ്പിൾ കളറിൽ നിങ്ങൾക്ക് ന്യൂക്ലിയസ് കാണാം. ന്യൂക്ലിയസിനകത്ത് ഡബിൾ ഹെലിക്സ് ആയിട്ട് നമുക്ക് DNA കാണാം. DNA ഈ ഒരു റീജിയനിലാണ് നമുക്ക് ജീൻ ഉള്ളതെന്ന് വിചാരിക്കാം. ഈ ജീന് എപ്പോഴാണോ ആക്ടിവേറ്റ് ചെയ്യേണ്ടത്, അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ 2 റീജിയൻ ഓപ്പൺ ആയി അതിൽ നിന്ന് ആ DNA കോഡ് ചെയ്തേക്കുന്ന ഇൻഫർമേഷൻ mRNA ആയിട്ട് മാറുന്നു. എന്തായിട്ട് മാറുന്നു? mRNA ആയിട്ട് മാറുന്നു. ഒന്നും കൂടെ, സെല്ലിനകത്തുള്ള ന്യൂക്ലിയസിനകത്ത് DNA കാണാം. DNA-ക്കകത്ത് ഒരു ജീൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഗ്ലോബിൻ പ്രോട്ടീന്റെ ജീൻ എന്ന് എടുക്കാം. ആ ജീൻ ഇപ്പൊ നമുക്ക് ആവശ്യമുണ്ടെന്ന് വിചാരിക്കാം. സോ ഈ കോഡ് ചെയ്തേക്കുന്ന ഇൻഫർമേഷൻ DNA-ക്കകത്താണ്. ഈ കോഡ് ചെയ്തേക്കുന്ന ഇൻഫർമേഷനെ നമ്മൾ എന്താക്കി മാറ്റി? mRNA ആക്കി മാറ്റി. അതിന് ഓപ്പൺ ചെയ്ത്, ഏത് പോർഷനിലാണ് ജീൻ ഉള്ളത് അവരെ നമ്മൾ ഓപ്പൺ ചെയ്ത് ആ ഇൻഫർമേഷനെ മാത്രം നമ്മൾ എടുത്തു. ദാറ്റ് ഈസ് കോൾഡ് mRNA അഥവാ മെസ്സഞ്ചർ RNA. ദാറ്റ് ഈസ് കോൾഡ് mRNA ആക്കി മാറ്റി. അത് നടക്കുന്നത് ന്യൂക്ലിയസിനകത്ത് വെച്ച് തന്നെയാണ് ഈ mRNA ആയിട്ട് മാറിയത്. ഇനി ഈ mRNA ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഗ്ലോബിൻ പ്രോട്ടീൻ ആയിട്ട് മാറേണ്ടത്. ഈ mRNA ന്യൂക്ലിയസിനകത്ത് നിന്നും സൈറ്റോപ്ലാസത്തിലേക്ക് വരുന്നു. ക്ലിയർ ആണ്? മെസ്സഞ്ചർ RNA ന്യൂക്ലിയസിനകത്ത് നിന്നും സൈറ്റോപ്ലാസത്തിൽ വരുന്നു. അവിടെ റൈബോസോം ഉണ്ട്. റൈബോസോം ഇസ് ആൻ ഓർഗനൽ. നമ്മൾ പഠിച്ചിട്ടുണ്ട് റൈബോസോം. അവിടെ വരുന്ന mRNA റൈബോസോമിന്റെയും tRNA-യുടെയും ഹെൽപ്പോടുകൂടി പ്രോട്ടീൻ ആയിട്ട് മാറുന്നു. ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് ട്രാൻസ്ലേഷൻ. അപ്പോൾ പ്രോട്ടീൻ സിന്തസിന് 2 പാർട്ട് ഉണ്ട്, 2 സ്റ്റെപ്സ് ഉണ്ട്: ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും. ട്രാൻസ്ക്രിപ്ഷൻ നടന്നത് ന്യൂക്ലിയസിനകത്ത് വെച്ചിട്ടാണ്. ട്രാൻസ്ലേഷൻ നടന്നത് സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടാണ്. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് DNA-ക്കകത്തുള്ള ജീനിന്റെ ഇൻഫർമേഷനെ mRNA ആയിട്ട് കൺവേർട്ട് ചെയ്ത പ്രോസസ്സാണ്. ദാറ്റ് ഈസ് കോൾഡ് ട്രാൻസ്ക്രിപ്ഷൻ. ഇനി ഈ mRNA-ക്കകത്തുള്ള ഇൻഫർമേഷനെ പ്രോട്ടീൻ ആയിട്ട് മാറ്റുന്ന പ്രോസസ്സാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് rRNA ആൻഡ് tRNA. rRNA എന്ന് പറഞ്ഞാൽ റൈബോസോമിനകത്ത് കാണുന്ന RNA അഥവാ റൈബോസോമൽ RNA. പിന്നെ tRNA എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫർ RNA. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇൻട്രൊഡക്ഷൻ ഓക്കെ ആണെന്ന് വിചാരിക്കും. നോക്കിക്കേ, പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു 2 സ്റ്റെപ്സ് ഉണ്ട്. ട്രാൻസ്ക്രിപ്ഷൻ വായിക്കാം. ട്രാൻസ്ക്രിപ്ഷൻ
mRNA is formed from a gene, specific nucleotide sequence of DNA ആണ് ജീൻ എന്ന് വിളിക്കുക. So the mRNA contains the message for protein synthesis. പ്രോട്ടീൻ സിന്തസിസിന് ആവശ്യമായ മെസ്സേജ് ആണ് എവിടെ ഉള്ളത്? mRNA അഥവാ മെസ്സഞ്ചർ RNA. മെസ്സഞ്ചർ RNA എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്തത്? DNA ജീൻ, നമുക്ക് വേണ്ട ജീനിന്റെ അകത്തു നിന്നാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്തത്? mRNA. ഈ പ്രോസസ് നടക്കുന്നതിനാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വിളിക്കുക. അതായത് നമ്മൾ ഈ നടുക്കുള്ള ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ആ ജീൻ മാത്രം mRNA ആയിട്ട് വരും കേട്ടോ. പിന്നീട് അത് പഠിച്ചോളൂ. നോക്കിക്കേ, അടുത്ത ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ എവിടെ വെച്ചാണ് നടക്കുന്നത്? സൈറ്റോപ്ലാസത്തിൽ വെച്ചാണ് എന്ത് നടക്കുന്നത്? ട്രാൻസ്ലേഷൻ നടക്കുന്നത് കേട്ടോ. ട്രാൻസ്ലേഷൻ നടക്കുന്നത് സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടാണ്. ബേസ്ഡ് ഓൺ ദ മെസ്സേജസ് ഇൻ mRNA that has reached the ribosome from the nucleus, tRNA അഥവാ ട്രാൻസ്ഫർ RNA carry specific amino acid to the ribosome. The rRNA അഥവാ റൈബോസോമൽ RNA combine amino acid to make protein. നമുക്ക് വേണ്ടത് പ്രോട്ടീൻ ആണെന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ എടുത്തേക്കുന്ന എക്സാമ്പിൾ ഏതായിരുന്നു? ഗ്ലോബിൻ പ്രോട്ടീൻ ആണ്. ഗ്ലോബിൻ പ്രോട്ടീൻ അമിനോ ആസിഡ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് അല്ലേ. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം, ഇതൊരു അമിനോ ആസിഡ് ആണെങ്കിൽ മറ്റൊരു അമിനോ ആസിഡ് ആണ് ഇത്, മറ്റൊരു അമിനോ ആസിഡ് ഇതാണെങ്കിൽ ഇവരെ തമ്മിൽ പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ നടത്തിയാണ് എന്തുണ്ടാക്കുന്നത്? പ്രോട്ടീൻ ഫോർമേഷൻ നടക്കുന്നത്. അതായത് അമിനോ ആസിഡ് ചേർന്നാണ് പ്രോട്ടീൻ ഉണ്ടാവുന്നത്. മനസ്സിലാവുന്നു? സോ ഈ ഏതൊക്കെ അമിനോ ആസിഡ് ആണ് ഫോം ചെയ്യേണ്ടതെന്നുള്ള ഇൻഫർമേഷൻ ആണ് DNA നിന്നും ആര് കൊണ്ടുവന്നേക്കുന്നത്? mRNA അഥവാ മെസ്സഞ്ചർ RNA കൊണ്ടുവന്നേക്കുന്നത്. ഈ mRNAയിലുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് അമിനോ ആസിഡിനെ കൊണ്ടുവരുന്ന ആളാണ് ട്രാൻസ്ഫർ RNA അഥവാ tRNA. അപ്പോ tRNA കൊണ്ടുവന്ന അമിനോ ആസിഡുകളെ ജോയിൻ ചെയ്യുന്ന ജോലി ചെയ്യുന്നതാണ് ആര്? rRNA അഥവാ റൈബോസോമൽ RNA. ക്ലിയർ ആണോ ഈ പറഞ്ഞ പ്രോസസ്സ്? ഒന്നും കൂടെ, പ്രോട്ടീൻ സിന്തസിസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുമ്പോഴത്തേക്കിനും DNA-ക്ക് അകത്തുള്ള ജീന്, ആ ജീനിൽ അടങ്ങിയ പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സീരീസ് ഓഫ് റിയാക്ഷൻ ആണ്. അപ്പൊ ആദ്യം നടക്കുന്നത് ജീനിനകത്തുള്ള ഇൻഫർമേഷനെ mRNA ആക്കി മാറ്റുന്നു. ഇത് നടക്കുന്നത് ന്യൂക്ലിയസിൽ വെച്ച് തന്നെയാണ്. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ. ഈ ഉണ്ടായ mRNA സൈറ്റോപ്ലാസത്തിലേക്ക് വരുന്നു. ഈ സൈറ്റോപ്ലാസത്തിലേക്ക് വരുന്ന സമയത്ത് mRNAയിലുള്ള ഈ ഇൻഫർമേഷനെ അമിനോ ആസിഡ് ആയിട്ട് കൊണ്ടുവരുന്ന ആളാണ് ട്രാൻസ്ഫർ RNA. ട്രാൻസ്ഫർ RNA കൊണ്ടുവരുന്ന അമിനോ ആസിഡുകളെ ജോയിൻ ചെയ്ത് പ്രോട്ടീൻ ആക്കുന്ന ജോലി ചെയ്യുന്ന ആളാണ് rRNA അഥവാ റൈബോസോമൽ RNA. ക്ലിയർ ആണ്? നടക്കുന്ന സൈറ്റ് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും. ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ രണ്ട് സ്റ്റെപ്പ് ചോദിക്കും. നടക്കുന്നത് എവിടെയാണെന്നുള്ള കാര്യവും ചോദിക്കും കേട്ടോ. ക്ലിയർ ആണ്? അപ്പൊ നമ്മൾ DNA ഓൾറെഡി പഠിച്ചു. ഈ ഇവിടെ പറയുന്നത് നമ്മൾ 3 RNA കുറിച്ചാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഏതൊക്കെയാണ്? mRNA, rRNA, tRNA, മെസ്സഞ്ചർ RNA, റൈബോസോമൽ RNA, ട്രാൻസ്ഫർ RNA. അപ്പൊ RNA എന്താണെന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. നോക്കിക്കേ, RNA അഥവാ റൈബോ ന്യൂക്ലിക് ആസിഡ്. DNA നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അവിടെ ഞാൻ പറഞ്ഞിരുന്നു, ശ്രദ്ധിച്ച് പഠിക്കണം. വ്യത്യാസപ്പെട്ട് നമ്മൾ RNA പിന്നെ പഠിക്കുമെന്ന് പറഞ്ഞിരുന്നു. സോ നമ്മളിവിടെ RNA പഠിക്കുവാണ്. RNA is an another type of nucleic acid similar to DNA. DNA പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള മറ്റൊരു ന്യൂക്ലിക് ആസിഡ് ആണ് RNA എന്ന് പറയാം. റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. ഇവിടെ നമുക്ക് പെൻഡോസ് ഷുഗറിനെ കാണാൻ വേണ്ടി പറ്റും, ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ കാണാൻ വേണ്ടി പറ്റും, നൈട്രജൻ ബേസിനെ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വിളിച്ചുകൂടെ? ന്യൂക്ലിയോറ്റൈഡ് എന്ന് വിളിക്കാം അല്ലെ. ന്യൂക്ലിയോറ്റൈഡ് തന്നെയാണ് ഇവിടെയും കാണുന്നത്. പക്ഷെ ചെറിയ ചെറിയ വ്യത്യാസം അത്രേ ഉള്ളൂ. നോക്കാം. They are made up of nucleotide. Nucleotide contain ribose sugar. അവിടെയുണ്ട്. ആ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് DNA-യിലുണ്ട്. നൈട്രജൻ ബേസ് അതും DNA-യിലുണ്ട്. പക്ഷേ ഇവിടുത്തെ റൈബോസ് ഷുഗർ തന്നെയാണ്. അതായത് ഡിയോക്സി റൈബോസ് അല്ല, റൈബോസ് ആണ് കേട്ടോ. റൈബോ ന്യൂക്ലിക് ആസിഡ്. ഡിയോക്സി റൈബോസ് എന്താണെന്ന് DNA-യുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിച്ച് നോക്കാം. ഇത് റൈബോസ് ആണ്. ഇവിടെ കാണുന്ന ഷുഗർ റൈബോസ്, 5 കാർബൺ അടങ്ങിയ ഒരു ഷുഗർ മോളിക്യൂൾ ആണ്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പിന് വ്യത്യാസമൊന്നുമില്ല, നൈട്രജൻ ബേസിന് വ്യത്യാസമുണ്ട്. നൈട്രജൻ ബേസ് എന്ന് പറയുമ്പോൾ നമ്മൾ DNA-യിൽ പഠിച്ചത് ATGC എന്നായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അഡിനിൻ, ഗ്വാനിൻ, യുറാസിൽ, സൈറ്റോസിൻ ആണ്. അതായത് ഇവിടെ ആരില്ല? തൈമിനില്ല. പകരം ആരാണുള്ളത്? യുറാസിലാണുള്ളത്. ക്ലിയർ ആണ്? ഇമ്പോർട്ടന്റ് ആണ്. RNA ഉള്ള നൈട്രജൻ ബേസ് ഇമ്പോർട്ടന്റ് ആണ്. DNA-യിൽ നിന്നും വ്യത്യാസമുണ്ട്. 2 കാര്യങ്ങൾ ഇവർക്ക് വ്യത്യാസമുള്ളത്. റൈബോസ് ഷുഗർ ആണ് ഇവിടെ കാണുന്നത്, അത് മാത്രമല്ല തൈമിൻ ഇവിടെ കാണുന്നില്ല, പകരം നമുക്കുള്ളത് യുറാസിലാണ്. പിന്നെ ഒരു പ്രത്യേകത, DNA ഡബിൾ സ്ട്രാൻഡ് ആയിരുന്നു. 2 സ്ട്രാൻഡ്സ് ഉണ്ട്. എന്നാൽ RNA മോസ്റ്റ്ലി എന്ത് തന്നെയാണ്? സിംഗിൾ സ്ട്രാൻഡ് ആണ്. ഇവിടെ കാണിച്ചേക്കും പോലെ ഒറ്റ സ്ട്രാൻഡേ ഉള്ളൂ. ക്ലിയർ ആണ്? ഡബിൾ സ്ട്രാൻഡ് കാണുന്നില്ല എന്നല്ല, പക്ഷെ മോസ്റ്റ്ലി കാണുന്നത് എല്ലാം തന്നെ എന്താണ്? ചില വൈറസിലൊക്കെ ഡബിൾ സ്ട്രാൻഡ് RNA ഉണ്ട്. പക്ഷെ മോസ്റ്റ്ലി എന്താണ്? RNA സിംഗിൾ സ്ട്രാൻഡ് ആണ്.
ക്ലിയർ ആണോ? അപ്പോൾ RNA DNA വ്യത്യാസം ചോദിക്കാം കേട്ടോ. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ DNA ആൻഡ് RNA അതിന്റെ സ്ട്രക്ചർ വൈസ് ചോദിക്കാം. ഇമ്പോർട്ടന്റ് ആണ്. നൈട്രജൻ ബേസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ചോദിക്കും. ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ച് പഠിക്കുക. ദാ ഒരു ഡിഫറൻഷിയേറ്റ് നിങ്ങൾ ടേബിൾ 1.2 ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ടേബിൾ ആണ് കൊടുത്തേക്കുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം. നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് ഇൻ DNA എത്ര സ്ട്രാൻഡിനുള്ളത്? 2 ആണ്. അതേ മറിച്ച് RNAക്ക് എത്ര സ്ട്രാൻഡേ ഉള്ളൂ? 1 ഉള്ളൂ. ടൈപ്പ് ഓഫ് ഷുഗർ മോളിക്യൂൾ എന്ന് പറയുമ്പോഴത്തേക്കും DNA കാണുന്നത് ഏതാണ്? ഡിയോക്സി റൈബോസ് ആണ്. ഡിയോക്സി റൈബോസ് ആണ്. അതേ മറിച്ച് RNA കാണുന്നത് ഏതാണ്? റൈബോസ് ഷുഗർ ആണ്. നൈട്രജൻ ബേസസ് DNA കാണുന്നത് A, T, G, C ആണ്. എന്നാൽ RNA T ഇല്ല. അഡിനിൻ യുറാസിലാണ് കാണുന്നത്, ഗ്വാനിൻ സൈറ്റോസിൻ. ശ്രദ്ധിച്ച് പഠിക്കണേ, വ്യത്യാസമുണ്ട്. വ്യത്യാസം മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഇനി സ്റ്റേജസ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. നമ്മൾ പ്രോട്ടീൻ സിന്തസിസ് എന്നാണ് RNAയിലോട്ട് പോയത്. RNA മനസ്സിലാവാതിരിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഇനി ആ സ്റ്റേജസ് നല്ലോണം മനസ്സിലാക്കുക. പ്രോട്ടീൻ സിന്തസിസിൽ 2 സ്റ്റേജാണ് നമ്മൾ പഠിച്ചത്, ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും. അതിൽ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് ന്യൂക്ലിയസിൽ വെച്ചിട്ടാണ്. എന്താണ് അവിടെ നടക്കുന്നത്? DNA mRNA ആയിട്ട് മാറുന്നു. DNA mRNA ആയിട്ട് മാറുന്ന ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ന്യൂക്ലിയസിൽ വെച്ചിട്ടാണ്. അതേസമയം ഈ mRNA പ്രോട്ടീൻ ആകുന്നു, അല്ലെ? പ്രോട്ടീൻ ആകുന്നു. അതിന്റെ പ്രോസസിന്റെ പേര് എന്താണ്? ട്രാൻസ്ലേഷൻ. അത് എവിടെ വെച്ച് നടക്കുന്നു? സൈറ്റോപ്ലാസം. ഇവരെ ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന 2 ആൾക്കാർ കൂടെ ഉണ്ട്. ആരൊക്കെയാണ്? rRNA ആൻഡ് tRNA. rRNA എന്ന് വെച്ചാൽ ആരാണ്? റൈബോസോമൽ RNA. tRNA എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫർ RNA. ക്ലിയർ ആണ്? ഇനി വേരിയസ് RNA നമ്മൾ ഒരുപാട് നേരിട്ട് പറയുന്നുണ്ട്. mRNA, tRNA, rRNA സ്ട്രക്ചർ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. mRNA കണ്ടോ, അതൊരു സാധാരണ RNA ആണ്. എത്ര സ്ട്രാൻഡേ ഉള്ളൂ? സിംഗിൾ സ്ട്രാൻഡേ ഉള്ളൂ. അവിടെ ആരായിരിക്കും? തൈമിൻ ആയിരിക്കും? യുറാസിലായിരിക്കോ? യുറാസിലായിരിക്കും കേട്ടോ. തൈമിൻ കാണില്ല RNAയിൽ. ആരായിരിക്കും കാണുക? യുറാസിലായിരിക്കും കാണുക. mRNA എന്താണ്? ക്യാരീസ് ദ ജനറ്റിക് ഇൻഫർമേഷൻ ഫ്രം DNA. DNAയിലുള്ള ജനറ്റിക് ഇൻഫർമേഷനെ ക്യാരി ചെയ്ത് കൊണ്ടുവരുന്ന ആളാണ് ആര്? mRNA. ഇൻ ദ ന്യൂക്ലിയസ് ടു ദ റൈബോസോം ഓഫ് സൈറ്റോപ്ലാസം ഫോർ പ്രോട്ടീൻ സിന്തസിസ്. എന്നിട്ട് അവർ എവിടെ നിന്ന്? ന്യൂക്ലിയസിൽ നിന്നും സൈറ്റോപ്ലാസത്തിലേക്ക് വരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടിയിട്ട്. ഇനി tRNA നോക്കാം. tRNAയുടെ ഷേപ്പ് ക്ലോവർ ലീഫ് ഷേപ്പ് എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. ക്ലോവർ ലീഫിന്റെ ഷേപ്പ് ആണെന്ന് വിളിക്കാറുണ്ട് tRNAയുടെ ഷേപ്പ് കേട്ടോ. So tRNA is a type of RNA that carries amino acid to the ribosome during protein synthesis. അപ്പൊ mRNAയിൽ കോഡ് ചെയ്തേക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ചുള്ള അമിനോ ആസിഡുകളെ കൊണ്ടുവരുന്ന ജോലിയാണ് ആർക്കുള്ളത്? tRNA അഥവാ ട്രാൻസ്ഫർ RNAക്ക് ഉള്ളത്. ക്ലിയർ ആണ്? അവിടെ നോക്കിക്കേ, റൈബോസോമൽ RNA. rRNA അഥവാ റൈബോസോമൽ RNA. The primary component of the ribosome helps in the formation of bond. ഈ tRNA കൊണ്ടുവന്ന അമിനോ ആസിഡുകളില്ലേ, അവർ തമ്മിൽ പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ നടക്കണം. സോ അതിനുള്ള ബോണ്ട് ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആര്? rRNA അഥവാ റൈബോസോമൽ RNA എന്ന് വിളിക്കുന്നത്. ഇത്രയും ഭാഗം ക്ലിയർ ആണോ? ഇപ്പൊ ഇനിഷ്യൽ പോർഷൻ കഴിഞ്ഞേക്കുവാണ്. നമ്മൾ ഇനിഷ്യലി പറഞ്ഞത് DNA തൊട്ട് തുടങ്ങി. DNA എവിടെ കാണുന്നു, അതിന്റെ സൈസ് പറഞ്ഞു. DNA എങ്ങനെയാണ് ഇത്രയും കോമ്പാക്ട്ലി അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് പറയാൻ വേണ്ടി നമുക്ക് ഹിസ്റ്റോൺ ഒക്ടാമനെ കുറിച്ച് പറയേണ്ടി വന്നു. ടൈപ്സ് പറഞ്ഞല്ലേ, ക്രോമസോമിന്റെ ടൈപ്സിനെ പറ്റി പറഞ്ഞു. 2 ടൈപ്പ് ഉണ്ട്, സൊമാറ്റിക് ക്രോമസോമും അതുപോലെ തന്നെ സെക്സ് ക്രോമസോമും. അതിന്റെ പ്രത്യേകതകൾ പറഞ്ഞു. ഇപ്പൊ പറഞ്ഞത് ജീനിനെ പറ്റിയാണ്. ജീൻ എന്താണെന്ന് പറഞ്ഞു, ജീനിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞു, ജീന് എങ്ങനെയാണ് പ്രോട്ടീൻ ആയിട്ട് മാറുന്നുള്ള പ്രോട്ടീൻ സിന്തസിസ് പറഞ്ഞു. അങ്ങനെ 2 സ്റ്റെപ്സ് ആണ്, ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും. ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു. ഇനി നമ്മൾ ഇതിലെ സെക്കൻഡ് സെക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ചാപ്റ്ററിന്റെ സെക്കൻഡ് സെക്ഷനിലേക്ക് പോവാണ്. ദാറ്റ് ഈസ് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ. ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ ഇമ്പോർട്ടന്റ് ആണ്. പാരമ്പര്യവും വ്യത്യസ്തതയും. നമ്മൾ പറയാറുണ്ട് ചില ക്യാരക്ടേഴ്സ് പറയുമ്പോഴത്തേക്കും എന്റെ അച്ഛനെ പോലെയാണ് എന്റെ കണ്ണ്, അല്ലെങ്കിൽ എന്റെ അമ്മയുടെ പോലെയാണ് എന്റെ മൂക്ക് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഹെറിഡിറ്റി, പാരമ്പര്യം പറയാറുണ്ട്. എന്നാൽ ഇവരിൽ കാണാത്ത ചില ക്യാരക്ടേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ വേണ്ടി പറ്റും. നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില പ്രത്യേകതകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ അതിന്റെ പിന്നിലെ കാരണങ്ങൾ എങ്ങനെയാണ്, ഇതെല്ലാം അതിനെക്കുറിച്ച് ആദ്യം പഠിച്ച സയന്റിസ്റ്റ് ആരാണ്, അവരെങ്ങനെയാണ് ഈ കണ്ടെത്തലുകളിലേക്ക് എത്തിയത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ സെക്കൻഡ് ടോപ്പിക്കിൽ നിങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞു പോകുന്നത്. ക്ലിയർ ആണ്? നോക്കാം. ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ. നമ്മുടെ ഒരു ഡോഗും അതിന്റെ പപ്പീസിനെയും കൊടുത്തിട്ടുണ്ട്. സോ ഹെറിഡിറ്റി റെഫേഴ്സ് ടു ദ ട്രാൻസ്മിഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ഫ്രം പാരന്റ്സ് ടു ദെയർ ഓഫ്സ്പ്രിങ്സ്. അതായത് ഓഫ്സ്പ്രിങ്സ് അതിന്റെ പാരന്റ്സിൽ നിന്നും കുഞ്ഞുങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ചില ക്യാരക്ടേഴ്സ് ഉണ്ട് അല്ലെ. അത്തരം ക്യാരക്ടേഴ്സിനെ നമ്മൾ എന്ത് വിളിക്കുക? ഹെറിഡിറ്റി എന്ന് വിളിക്കുന്നത്. അത്തരം ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹെറിഡിറ്റി എന്ന് വിളിക്കുക. ക്ലിയർ ആണ്? അവിടെ നോക്കിക്കേ, Variations are characters expressed in offsprings that differ from their parents. എന്നാൽ
എക്സാക്ട്ലി പാരന്റ്സിനെ പോലെ ആയിരിക്കും അടുത്ത ജനറേഷൻ അഥവാ അവരുടെ ഓഫ്സ്പ്രിങ്സ് നെക്സ്റ്റ് ജനറേഷൻ എന്നാണ്. അപ്പൊ അവരുടെ ഓഫ്സ്പ്രിങ്സ് അവരെ എക്സാക്ട്ലി സെയിം ആയിരിക്കോ? ഇല്ല, അവർക്കും വേരിയേഷൻ അഥവാ വ്യത്യസ്തത കാണാം. ഓക്കെ, അത്തരം വ്യത്യസ്തതയെ നമ്മൾ വിളിക്കുന്ന പേരാണ് വേരിയേഷൻ. സോ ഇവയ്ക്ക് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ജീൻസ് ഇൻഹെറിറ്റഡ് ഫ്രം പാരന്റ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ. സോ ഈ ഹെറിഡിറ്റി പാരമ്പര്യമായിരുന്നാലും വേരിയേഷൻ ആയിരുന്നാലും ഇതിന് കാരണം എന്ത് തന്നെയാണ്? ജീൻസ് ആണ്. എന്താണ് ജീനുകൾ? നമ്മൾ പഠിച്ചല്ലേ, ഇപ്പൊ നമുക്കറിയാം ജീൻ എന്താണെന്നുള്ളത്. എന്നാൽ ഇത് പണ്ട് കാലത്ത് ഈ ജീൻ ആണെന്ന് കണ്ടുപിടിക്കണ്ടേ, ഇതിന് കാരണം ജീൻസ് ആണെന്ന് കണ്ടുപിടിക്കുന്ന ആ ഒരു ജേർണിയാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. നോക്കിക്കോളൂ, ഗ്രിഗർ യോഹാൻ മെന്റൽ അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആണ്. അദ്ദേഹം 1822 ജനിക്കുന്നത്. 1822 ഹിൻസിസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്, നോർത്തേൺ മൊറേവിയയിലെ ഹിൻസിസ് എന്ന ഒരു സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. നമ്മൾ ചെക്ക് റിപ്പബ്ലിക് എന്ന് പറയുന്ന സ്ഥലത്താണത്. അദ്ദേഹം പിന്നീട് ബ്രൂണോ എന്ന് പറയുന്ന സ്ഥലത്ത് മൊനാസ്ട്രിയിൽ ചേരുകയും പ്രീസ്റ്റ് ആയിട്ട് മാറുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് അദ്ദേഹം നാച്ചുറൽ സയൻസ്, മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പഠിക്കുകയും അനലൈസ് ചെയ്യാൻ പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. ശേഷം അദ്ദേഹം പൈസം സറ്റൈവം എന്ന് പറയുന്ന ഒരു പയറ് ചെടി, എന്താണ് പൈസം സറ്റൈവം, അതിന്റെ സയന്റിഫിക് നെയിമാണ് ചോദിക്കും. ഗ്രിഗർ യോഹാൻ മെന്റൽ എക്സ്പെരിമെന്റ് നടത്തിയ ചെടി, നടത്തിയേക്കുന്ന ചെടി അദ്ദേഹം തിരഞ്ഞെടുത്തത് പൈസം സറ്റൈവം എന്ന് പറയുന്ന ഒരു ചെടിയാണ്. പൈസം സറ്റൈവം എന്ന് പറയുന്ന ഒരു പയർ വർഗത്തിൽപ്പെട്ട സസ്യത്തിൽ നിന്നാണ് അദ്ദേഹം എന്ത് ചെയ്തേക്കുന്ന എക്സ്പെരിമെന്റ് നടത്തിയേക്കുന്നത്. പയർ വർഗത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്തേക്കുന്ന എക്സ്പെരിമെന്റ് നടത്തി. അദ്ദേഹം അന്ന് അതിനെ ഫാക്ടർ എന്നാണ് വിളിച്ചത്. എന്തോ ഒരു ക്യാരക്ടർ ഇൻഹെറിറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലായി അദ്ദേഹത്തിന്. പക്ഷെ അദ്ദേഹം അന്ന് അതിനെ ജീൻ എന്ന് വിളിക്കാനുള്ള ഒരു അറിവ് ഇല്ലായിരുന്നു. അദ്ദേഹം അതിനെ ഫാക്ടർ എന്നാണ് വിളിച്ചത്. പിന്നീട് ഇപ്പോഴാണ് നമ്മൾ അതിനെ ജീൻ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കി എടുക്കുന്നത്. സോ അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കി പഠിക്കുക. ക്രോസ് എല്ലാം എക്സാമിന് ചോദിക്കും. നമുക്ക് നോക്കാം. ഇൻ 1856, Mendel began to conduct hybridization experiment on a pea plant, Pisum sativum. വെരി വെരി ഇമ്പോർട്ടന്റ്. അദ്ദേഹത്തിന്റെ ചെടി പ്ലാന്റ് ചോദിക്കും. ഒരു പയർവർഗത്തിലെ പൈസം സറ്റൈവം ആണ് അദ്ദേഹം തിരഞ്ഞെടുത്ത ചെടി കേട്ടോ. അതിലാണ് അദ്ദേഹം ഈ എക്സ്പെരിമെന്റ് എല്ലാം നടത്തിയേക്കുന്നത്. എക്സ്പെരിമെന്റ് നടത്തി ജീൻസ് എന്താണ് അദ്ദേഹത്തിന്റെ കൺക്ലൂഷനിൽ എത്തിയത് പൈസം സറ്റൈവം എന്നൊരു ചെടി ഉപയോഗിച്ചിട്ടാണ്. നോക്കാം. ഹി ഫോക്കസ്ഡ് ഓൺ 7 സ്പെസിഫിക് ക്യാരക്ടേഴ്സ്: സീഡ് ഷേപ്പ്, സീഡ് കളർ, ഫ്ലവർ കളർ, പോഡ് ഷേപ്പ്, പോഡ് കളർ, ഫ്ലവർ പൊസിഷൻ, പ്ലാന്റ് ലെങ്ത്, ഇങ്ങനെയുള്ള 7 ക്യാരക്ടറിനെ വെച്ചാണ് അദ്ദേഹം ഈ ഒരു സ്റ്റഡീസ് നടത്തിയിരിക്കുന്നത്. ഒരു ചെടികളല്ല നടത്തിയത്, ഒരുപാട് ചെടി, അതായത് പൈസം സറ്റൈവത്തിലെ തന്നെ ഒരുപാട് ചെടികളാണ് ഈ എക്സ്പെരിമെന്റ് നടത്തിയിരിക്കുന്നത്. ഹി എക്സ്പ്ലെയിൻഡ് ദാറ്റ് എ പെയർ ഓഫ് ഫാക്ടേഴ്സ്, അദ്ദേഹം ഇങ്ങനെ കൺക്ലൂഷനിലെത്തി, ഒരു പെയർ ഓഫ് ഫാക്ടേഴ്സ് കൺട്രോൾ ഈച്ച് ക്യാരക്ടർ, ഓരോ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാനും ഒരു പെയർ ഓഫ് എന്തൊരു ഫാക്ടർ ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. So those factors and he represented those factors using symbols. അന്ന് അദ്ദേഹം അതിനെ സിംബിൾസ് കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്തത്. ആൻഡ് നൗ ഇറ്റ് ഈസ് നോൺ ആസ് ജീൻസ്. ഇന്ന് നമുക്കറിയാം അത് എന്താണ് ജീൻസ് ആണെന്ന് അറിയാം. സോ ഹിസ് കൺക്ലൂഷൻസ് ആർ നോൺ ആസ് ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ്. അദ്ദേഹത്തിന്റെ കൺക്ലൂഷൻ എല്ലാം കൂടെ നമ്മൾ ഇങ്ങനെ വിളിച്ചു, ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ്. 3 കൺക്ലൂഷൻ അദ്ദേഹം എത്തിച്ചേർന്നത് നിലവിടെ ചേർത്ത് നമ്മൾ എന്ത് വിളിക്കാം? ലോ ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കാം. നമുക്ക് നോക്കാം കേട്ടോ. പക്ഷെ ആദ്യം അന്നത്തുള്ള സയന്റിസ്റ്റ് കമ്മ്യൂണിറ്റി ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ, അവർക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെ ജീൻ എന്താണ്, ഫാക്ട് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. സോ അത് ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്തത്. പിന്നീടാണ് ഇതിനെക്കുറിച്ച്, അതായത് 1900 അദ്ദേഹം മരിച്ച ഒരു 16 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഹ്യൂഗോ ഡിറിസ്, കാൾ കോറൻസ് ആൻഡ് എറിക് വോൺ ഷെർമാർക്ക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും മെന്റൽ അദ്ദേഹം തന്ന കൺക്ലൂഷൻസ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഓക്കെ, ഇനി മെന്റൽ എങ്ങനെയാണ് എക്സ്പെരിമെന്റ് നടത്തി ഫാക്ടേഴ്സിനെ കണ്ടുപിടിച്ച് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ശരി, മെന്റൽസിന്റെ എക്സ്പെരിമെന്റ് നോക്കാം. Initially, Mendel conducted hybridization experiment by considering a single pair of contrasting traits. Important ആണ്. അദ്ദേഹം ഇപ്പോ ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ട്രേറ്റ് ആണ് എടുത്തെന്ന് വെച്ചു. ഹൈറ്റ് എന്ന് പറയുന്ന ഒരു കാണാൻ പറ്റുന്ന ഒരു ട്രേറ്റ് ആണല്ലോ, ഹൈറ്റ്, ഉയരം. അതിന് തന്നെ 2 കോൺട്രാസ്റ്റ് ഉണ്ട്. ഹൈറ്റ് കാണാൻ പറ്റുന്നതാണല്ലോ, ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ട്രേറ്റ് ആണ്, ആ ഒരു ക്യാരക്ടറാണ് അദ്ദേഹം എടുത്തത്. പക്ഷെ അതിനകത്ത് തന്നെ 2 രീതിയുണ്ട്, അതായത് 2 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ഉണ്ട്. അതൊക്കെ ഏതൊക്കെയാണെന്ന് അറിയാമോ? ടോളും ഡ്വാർഫും. എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. അതായത് ഒരു ക്യാരക്ടർ അദ്ദേഹം എടുക്കുന്നെങ്കിൽ അതിന് 2 കോൺട്രാസ്റ്റിംഗ് പെയർ കാണും. ഇപ്പൊ ഒരു ഫ്രൂട്ട് കളർ എടുക്കുവാണെങ്കിൽ 2 കളേഴ്സ്, അങ്ങനെയാണ് അത് കൺസിഡർ ചെയ്തേക്കുന്നത്. സോ ഇവിടെ അദ്ദേഹം എടുത്തേക്കുന്ന ആദ്യം ഇനിഷ്യലി തുടക്കം അദ്ദേഹം ഒരു ക്യാരക്ടർ എടുത്തോളൂ, മനസ്സിലാവുന്നു. ഒരു ക്യാരക്ടർ ഏതായിരുന്നു? ഹൈറ്റ്.
പക്ഷെ അതിന് രണ്ട് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ഉണ്ട്. ഏതൊക്കെയാണ്? ടോളും ഡ്വാർഫും. കണ്ടാൽ തന്നെ മനസ്സിലാവില്ല, പൊക്കം കൂടി ഒരു ചെടി ഉണ്ടാവും, പൊക്കം കുറഞ്ഞൊരു ചെടി ഉണ്ടാവും. അപ്പൊ ഇതിനെ വെച്ചാണ് ആദ്യം അദ്ദേഹം എക്സ്പെരിമെന്റ് നടത്തുന്നത്. സോ അദ്ദേഹം ഇവിടെ ഒരു ക്യാരക്ടറല്ലേ എടുത്തുള്ളൂ. സോ ഇറ്റ് ഈസ് കോൾഡ് മോണോ ഹൈബ്രിഡ് ക്രോസ്. ഒരു ക്യാരക്ടറെ കൺസിഡർ ചെയ്താണ് അദ്ദേഹം ആദ്യം എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് മോണോ ഹൈബ്രിഡ് ക്രോസ്. മനസ്സിലാവുന്ന മോണോ ഹൈബ്രിഡ് ക്രോസ് എന്താണെന്ന്? അദ്ദേഹം എടുത്ത ക്യാരക്ടർ ഇത് തന്നെയാണ്. ഹൈറ്റ് ആണ് അദ്ദേഹം എടുത്തത്. അത് രണ്ട് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ആണ്, ടോള് ഡ്വാർഫ്. ടോൾ എന്ന് വെച്ചാൽ ഉയരം കൂടിയത്, ഡ്വാർഫ് എന്ന് പറയുമ്പോൾ ഉയരം കുറഞ്ഞത്. ക്ലിയർ ആണ്? നോക്കിക്കേ, അദ്ദേഹം എടുത്ത 7 ക്യാരക്ടറും അതിന്റെ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടറാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അദ്ദേഹം എടുത്തതിൽ ഒരു ട്രേറ്റ് സീഡ് ഷേപ്പ് ആയിരുന്നു. അത് രണ്ട് ടൈപ്പ്, രണ്ട് കോൺട്രാസ്റ്റ് ട്രേറ്റ് ഏതൊക്കെയായിരുന്നു? റൗണ്ടും റിങ്കിൾഡും. നല്ല റൗണ്ട് ഷേപ്പും പിന്നെ ഒന്ന് ചുരുങ്ങിയതും റിങ്കിൾഡും. അടുത്ത സീഡ് കളർ എടുത്തപ്പോൾ അതിൽ രണ്ടെണ്ണം ഉണ്ട്, യെല്ലോയും ഗ്രീനും. അടുത്ത പോഡ് ഷേപ്പ് ആണ്, ഫ്രൂട്ട് ഷേപ്പ് ആണ് കേട്ടോ. പോഡ് ഷേപ്പ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലേറ്റഡ് ഉണ്ടായിരുന്നു, കൺസ്ട്രക്റ്റഡ് ഉണ്ടായിരുന്നു. മനസ്സിലാവുന്നു? അപ്പോൾ ഒരു ട്രേറ്റ് എടുത്താൽ തന്നെ രണ്ട് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ഉണ്ടാവും എന്നാണ്. അത് വെച്ചാണ് അദ്ദേഹം എക്സ്പെരിമെന്റ് നടത്തിയിരിക്കുന്നത്. പോഡ് കളറിന് ഗ്രീനും യെല്ലോയും, ഫ്ലവർ കളറിന് പർപ്പിളും വൈറ്റും. ഫ്ലവർ ലൊക്കേഷൻ എടുക്കുവാണെങ്കിൽ ആക്സേലും ടെർമിനലും. ടെർമിനൽ വെച്ചാൽ അറ്റത്ത് പൂ പൊടിക്കുന്നതും ഉണ്ടാവും, പൂ പൂക്കുന്നതും ഉണ്ടാവും, ചിലപ്പോൾ ഇലകളുടെ ഇടയ്ക്ക് പൊടിക്കുന്നതും ഉണ്ടാവും. അതാണ് ടെർമിനലും ആക്സേലും. ഇനി പ്ലാൻ സൈസ് അഥവാ ഹൈറ്റ് എടുക്കുവാണെങ്കിൽ ഇതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ എക്സ്പെരിമെന്റ്. പഠിക്കാൻ പോകുന്നത് ഹൈറ്റിനെ പറ്റിയാണ്. ഏതൊക്കെയാണ്? ടോളും ഡ്വാർഫും. ക്ലിയർ ആണ്? അപ്പോൾ 7 ക്യാരക്ടറും അതിന്റെ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റും എടുത്തത്. ഇനിഷ്യലി അദ്ദേഹം ഹൈറ്റ് മാത്രമേ എടുത്തുള്ളൂ. ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ട്രേറ്റ് ആണ് എടുത്തത്. സോ ഇറ്റ് ഈസ് കോൾഡ് എന്തെന്ന് വിളിച്ചു? മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് വിളിച്ചു. അതിന് എന്ത് വിളിച്ചു? മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് വിളിച്ചു. ക്ലിയർ ആണേ? മോണോ ഹൈബ്രിഡ് ക്രോസ് ഇങ്ങനെയാണ് എടുത്തത്. അദ്ദേഹം ചെയ്തത് ഇങ്ങനെയാണ്. ആദ്യം ഒരു ടോൾ പ്ലാന്റ് എടുത്തു. അതൊരു പ്യുവർ ലൈൻ ടോൾ ആണ്. ഈ പ്യുവർ ലൈൻ ടോൾ എന്ന് വെച്ചാൽ ഒരുപാട് ജനറേഷൻ ആയിട്ട് അത് ടോൾ പ്ലാന്റ് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന്റെ വിത്തിട്ട് കഴിഞ്ഞാൽ അത് ടോൾ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. ദാറ്റ് ഇസ് കോൾഡ് പ്യുവർ ലൈൻ. അത് സെൽഫിങ് ചെയ്ത് ആ ചെടി തന്നെ സെൽഫ് പോളിനേറ്റ് ചെയ്താണ് അതിന് പ്യുവർ ലൈൻ ആയിട്ട് അദ്ദേഹം എടുത്തേക്കുന്നത്. അപ്പൊ ആദ്യം അദ്ദേഹം എടുത്തത് ഒരു ടോൾ, കാണാൻ നല്ല പൊക്കമുള്ള ഒരു ചെടി എടുത്തു. അതുപോലെ അദ്ദേഹം എടുത്തത് മറ്റൊരു ഡ്വാർഫ് ചെടിയാണ്. അദ്ദേഹം എടുത്തത്. ഡ്വാർഫ് എന്ന് പറയുമ്പോൾ എന്താണ്? പൊക്കം കുറഞ്ഞ ചെടി. അദ്ദേഹം മറ്റേതെടുത്തത് ഒരു ഡ്വാർഫ് ചെടിയാണ്, കാണാൻ പൊക്കം കുറഞ്ഞ ചെടിയാണ് അദ്ദേഹം എടുത്തത്. അപ്പൊ ടോളും ഡ്വാർഫും കൂടെ അദ്ദേഹം എന്ത് ചെയ്തു? പോളിനേറ്റ് ചെയ്തു, ക്രോസ് ചെയ്തു. അപ്പോ F1 അത് ഫസ്റ്റ് ജനറേഷൻ, അതിന്റെ വിത്ത് പൊടിപ്പിച്ചപ്പോൾ അത് അദ്ദേഹം കണ്ടത് അതൊരു ടോൾ ചെടിയായിരുന്നു. അപ്പൊ കൺഫ്യൂഷനായി. ടോളും ഡ്വാർഫും കൊടുത്തപ്പോൾ, ടോളും ഡ്വാർഫും നമ്മൾ പോളിനേറ്റ് ചെയ്തപ്പോഴത്തേക്കിനും എനിക്ക് ടോൾ ആണ് കിട്ടിയത്. അപ്പൊ എന്ത് പറ്റി? ഡ്വാർഫ് എവിടെ പോയി? ഈ ഡ്വാർഫ് എന്നുള്ള ക്യാരക്ടർ അദ്ദേഹം കണ്ടില്ലല്ലോ. എല്ലാ ചെടികളും ടോളായിരുന്നു. അപ്പൊ ഡ്വാർഫ് എന്നുള്ള ക്യാരക്ടർ എവിടെ പോയി? സോ സംശയം മാറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഈ കിട്ടിയ F1 ഇല്ലേ, ഇതിനെ F1 എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ഫിലിയൽ ജനറേഷൻ അഥവാ ഫസ്റ്റ് ജനറേഷൻ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഫസ്റ്റ് ജനറേഷനിലുള്ള ഈ ടോളിൽ എന്ത് കണ്ടില്ല? ഡ്വാർഫായിട്ട് ഒരു ചെടിയും കണ്ടില്ല. സോ അതിന്റെ ഒരു സംശയം, അതായത് എവിടെ പോയി ഡ്വാർഫ് എന്നുള്ള സംശയം ഇല്ലാണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? ഈ F1 ക്രോസ് ചെയ്തു. അതായത് ഈ കിട്ടിയ ടോൾ പ്ലാന്റ് ഇല്ലേ, ഈ കിട്ടിയ ടോൾ പ്ലാന്റ് അദ്ദേഹം എന്ത് ചെയ്തു? ഒന്നും കൂടെ ക്രോസ് ചെയ്തു. പ്യുവർ ലൈൻ അല്ല, ഈ F1 കിട്ടിയ ടോൾ ഇല്ലേ, ചെടി, പൊക്കം കൂടിയ ചെടി, അതിന് അദ്ദേഹം എന്ത് ചെയ്തു? സെൽഫ് ചെയ്തു. ക്ലിയർ ആണ്? അങ്ങനെ സെൽഫ് ചെയ്തപ്പോ അതായത് F1 ടോളും തമ്മിൽ F1 സെൽഫ് ചെയ്തു. അതായത് F1 തന്നെ പിന്നെ എന്ത് ചെയ്തു? അദ്ദേഹം ക്രോസ് ചെയ്തു. അപ്പം ടോളും തമ്മിൽ ക്രോസ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് കാണാൻ പറ്റിയത് ഏകദേശം ഡെവലപ്പ് ചെയ്ത ചെടികൾ, അല്ലെങ്കിൽ ഉണ്ടായി വന്ന ചെടികളിൽ 787 എന്തായിരുന്നു? ടോൾ ആയിരുന്നു. ബാക്കിയുള്ള 277 എന്തായിരുന്നു? ഡ്വാർഫ് ആയിരുന്നു. അപ്പൊ കിട്ടി. ഫസ്റ്റ് ജനറേഷനിൽ കാണാതെ പോയ ആൾക്കാരെ കിട്ടി, ഡ്വാർഫ് ഇതാ വന്നു. 277 എന്ത് കിട്ടി? അദ്ദേഹത്തിന് ഡ്വാർഫ് ചെടി കിട്ടി. ഇത് എന്തായിരുന്നു? ഇത്രയും ഡ്വാർഫ് ചെടിയായിരുന്നു. അപ്പോ അദ്ദേഹത്തിന് എന്തൊക്കെയോ ഡൗട്ട് അല്ലേ, നമുക്കിത് അറിയാത്ത കാര്യങ്ങളല്ലേ ചെയ്ത് നോക്കാം. അപ്പം ഫസ്റ്റ് ജനറേഷനിൽ എക്സ്പ്രസ് ആവാത്ത ഡ്വാർഫ് സെക്കൻഡ് ജനറേഷനിൽ എക്സ്പ്രസ് ആവുകയും 3:1 എന്നുള്ള റേഷ്യോയിൽ കാണിക്കുകയും ചെയ്തു. അതായത് മൊത്തം 4 ഉണ്ടെങ്കിൽ അതിൽ 3 ചെടികളും ടോളും, ഒരു ചെടി എന്തായിട്ടും കിട്ടി? ഡ്വാർഫായിട്ട് കിട്ടി. അപ്പോൾ ഫസ്റ്റ് ജനറേഷനിൽ എക്സ്പ്രസ് ആവാതെ ഹിഡനായി കിടന്ന ക്യാരക്ടർ സെക്കൻഡ് ജനറേഷനിൽ എക്സ്പ്രസ് ആയെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ക്ലിയർ ആണോ പറഞ്ഞത്? ഈ ഒരു ഐഡിയ മനസ്സിലായോ? ഇതാണ് ഗ്രിഗർ യോഹാൻ മെൻഡൽ ഇനിഷ്യലി ചെയ്ത മോണോ ഹൈബ്രിഡ് ക്രോസ്. അദ്ദേഹം എടുത്ത ക്യാരക്ടർ പ്ലാൻ ഹൈറ്റ് ആണ്. അതിനുള്ള കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ടോളും ഡ്വാർഫും ആണ്. F1 അദ്ദേഹത്തിന് ടോളായിട്ടുള്ള ചെടികളാണ് കിട്ടിയത്. ഡ്വാർഫ് എക്സ്പ്രസ് ചെയ്തില്ലായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? അതിനെ മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം F1 ജനറേഷനിൽ കിട്ടിയ ടോൾ പ്ലാന്റിനെ സെൽഫ് ചെയ്തു. സെക്കൻഡ് ജനറേഷൻ ആയപ്പോൾ അദ്ദേഹത്തിന് ഡ്വാർഫിന് തിരിച്ചു കിട്ടി. ആ ഡ്വാർഫ് ക്യാരക്ടർ തിരികെ കിട്ടി. ക്ലിയർ ആണ്? ഡൊമിനന്റ് ആൻഡ് റിസസീവ് ട്രേറ്റ് ഇൻ ഫസ്റ്റ് ജനറേഷൻ. അതായത്
നമ്മൾ മെൻഡലിന്റെ എക്സ്പെരിമെന്റ് പഠിച്ചപ്പോ ഫസ്റ്റ് ജനറേഷൻ F1 ഞാൻ പറഞ്ഞില്ലേ, ടോളും ഡാഫും കൂടെ ക്രോസ് ചെയ്ത സമയത്ത് ടോള് മാത്രമേ കിട്ടിയോളൂ, അതായത് ഡ്വാർഫ് കിട്ടിയില്ല. എന്നാൽ സെക്കൻഡ് ജനറേഷനിൽ പോയപ്പോഴത്തേക്കിനും ഡ്വാർഫ് കിട്ടുകയും ചെയ്തു. അപ്പോ ഈ ടോൾ ചെടിയിൽ ഡ്വാർഫ് എന്നുള്ള ക്യാരക്ടർ ഒളിഞ്ഞിരിക്കുകയാണ്, ടോൾ മാത്രമാണ് എക്സ്പ്രസ് ചെയ്തത്. സോ ആ എക്സ്പ്രസ് ചെയ്ത ക്യാരക്ടറിനെ ഡോമിനന്റ് ക്യാരക്ടർ എന്നും ഹിഡനായി കിടന്ന ക്യാരക്ടറിനെ റിസസീവ് ക്യാരക്ടർ എന്നും വിളിച്ചു. എന്താണ്? എക്സ്പ്രസ് ചെയ്ത ക്യാരക്ടറിനെ, എക്സ്പ്രസ് ചെയ്തതിനെ നമ്മൾ എന്ത് വിളിച്ചു? ഡോമിനന്റ് എന്നും ഹിഡനായി കിടന്നതിനെ റിസസീവ് എന്നും വിളിച്ചു. റിസസീവ്. മനസ്സിലാവുന്നു? അപ്പോ F1 ടോൾ ആണ് എക്സ്പ്രസ് ചെയ്തത്. സോ ടോൾനെസ് ആണ് അവിടുത്തെ എന്ത്? ഡോമിനന്റ് ക്യാരക്ടർ. F1 ഡ്വാർഫ് ഹിഡനായി കിടക്കുമല്ലേ, സോ ഇറ്റ് ഈസ് കോൾഡ് റിസസീവ് ക്യാരക്ടർ. സോ dominant traits are expressed when at least one dominant allele is present, represented by capital letter T. അത് മാത്രമല്ല, അദ്ദേഹം ടോൾനെസ്സിനെ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിച്ച ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ടി ആണ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ, പ്യുവർ ലൈൻ ആണ് അദ്ദേഹം എടുത്ത എല്ലാ ക്യാരക്ടർ. നമ്മൾ പറഞ്ഞു അദ്ദേഹം എടുത്തത് പ്യുവർ ലൈൻ ആയിട്ടുള്ള ടോൾ പ്ലാന്റും പ്യുവർ ലൈൻ ആയിട്ടുള്ള ഡ്വാർഫും ആണ്. അതായത് കുറെ ജനറേഷൻ ആയിട്ട് അവർ എന്ത് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ? ടോൾ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അതായത് ക്യാപിറ്റൽ ലെറ്റർ ടി എന്ന് ഉദ്ദേശിക്കുന്നത് അവര് പ്യുവർ ലൈൻ ടോൾ ആണ്. ഇനി എത്ര ജനറേഷൻ കഴിഞ്ഞാലും അവർ ടോൾ പ്ലാന്റ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. എന്നാൽ സ്മോൾ ലെറ്റർ ടി എന്ന് വെച്ചാൽ എന്താണ്? അതൊരു ഡ്വാർഫ് പ്ലാന്റ് ആണ്. അതായത് ടി ക്യാപിറ്റൽ ആവാൻ കാരണം എക്സ്പ്രസ് ചെയ്ത ക്യാരക്ടർ എന്താണ്? ടോൾ ആണ്. സോ അത് എക്സ്പ്രസ് ചെയ്യുന്ന ഡോമിനന്റ് ക്യാരക്ടർ ആണ് ക്യാപിറ്റൽ ടി. എന്നാൽ ഡ്വാർഫ് ക്യാരക്ടർ ഹിഡനായി കിടക്കുന്ന ക്യാരക്ടർ ആണ്. അതായത് അതിനെ ഡ്വാർഫ് എന്നും, അതായത് അതിനെ റിസസീവ് എന്നും വിളിക്കാം. അതായത് ഇങ്ങനെ നോക്കിക്കേ, ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നാൽ ഡോമിനന്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ ടി ആയിരിക്കും അവിടെ എക്സ്പ്രസ് ചെയ്യുക. ഈ ടി ഉണ്ടെങ്കിലും ഈ സ്മോൾ ടി എന്ത് ചെയ്യത്തില്ല? എക്സ്പ്രസ് ചെയ്യില്ല. സോ ഇറ്റ് ഈസ് എ റിസസീവ് ക്യാരക്ടർ. ക്ലിയർ ആണ്? എക്സ്പ്രസ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഒന്നും കൂടെ പറയാം. ക്യാപിറ്റൽ ലെറ്റർ ടി വന്നാൽ അതെന്താണ്? ഡോമിനന്റ് ക്യാരക്ടർ ആണ്, പ്യുവർ ലൈൻ ടോൾ ആണ് എന്ന് മനസ്സിലാക്കാം. സ്മോൾ ലെറ്റർ ടി വന്നതിന്റെ അർത്ഥം എന്താണ്? ഡ്വാർഫ് ആണ്, പ്യുവർ ലൈൻ ഡ്വാർഫ് ആണ്. എന്നാൽ ക്യാപിറ്റൽ ലെറ്റർ ടി വന്നാൽ അത് എക്സ്പ്രസ് ചെയ്യുന്നത് എന്തായിട്ടായിരിക്കും? ടോൾ ആയിട്ടായിരിക്കും. ഇവിടെ ക്യാപിറ്റൽ ടി ആയിരിക്കും ഡോമിനന്റ്. ക്യാപിറ്റൽ ടി ഡോമിനന്റ് ആണ്. സ്മോൾ ടി എന്താണ്? റിസസീവ് ആണ്. അതായത് ഇവർ രണ്ടുപേരും വന്ന സമയത്ത് ക്യാപിറ്റൽ ടിയുടെ ക്യാരക്ടറായ ടോൾനെസ് ആണ് എക്സ്പ്രസ് ചെയ്തത്. എന്നാൽ ഡ്വാർഫിന്റെ ക്യാരക്ടറായ ടി എന്ത് ചെയ്തിട്ടില്ല? എക്സ്പ്രസ് ചെയ്തിട്ടില്ല. സോ ക്യാപിറ്റൽ ടിയുടെ ഡോമിനന്റ് ക്യാരക്ടർ ആവുകയും സ്മോൾ ടിയുടെ റിസസീവ് ക്യാരക്ടർ ആവുകയും ചെയ്യുന്നു. അപ്പൊ ഡോമിനന്റ് എന്താണ്, റിസസീവ് എന്താണെന്ന് മനസ്സിലായോ? ഗ്രിഗർ യോഹാൻ മെൻഡൽ എന്നുള്ള സയന്റിസ്റ്റിന്റെ അദ്ദേഹത്തിന്റെ കൺക്ലൂഷൻ നമ്മൾ പറഞ്ഞില്ലേ, ലോ ഓഫ് ഇൻഹെറിറ്റൻസിൽ കൺക്ലൂഡ് ചെയ്തെന്ന് പറഞ്ഞില്ലേ? അതിൽ ഒരു ലോ ആണ് ഈ പറയുന്നത്. അതായത് രണ്ട് വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ് വരുന്ന സമയത്ത് എക്സ്പ്രസ് ചെയ്യുന്ന ആളെ ഡോമിനന്റ് എന്നും ഹിഡൻ ചെയ്യുന്ന ആളെ റിസസീവ് എന്നും വിളിക്കും. ക്ലിയർ ആണോ? റിസസീവ് ട്രേറ്റ് ആർ ഹിഡൻ ക്യാരക്ടേഴ്സ് ആൻഡ് ഈസ് എക്സ്പ്രസ്ഡ് ഓൺലി വെൻ ടു റിസസീവ് അലീൽസ് പ്രസന്റ് represented by lower case letters. Dominant allele mass recessive 1. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഡോമിനന്റ് അലീൽ വന്നാൽ റിസസീവ് അലീൽ എന്ത് ചെയ്യപ്പെടും? മാസ്ക് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. റിസസീവ് അലീൽ വന്നാൽ ഡോമിനന്റ് അലീൽ മാസ്ക് ചെയ്യപ്പെടും. ഒന്നുകൂടെ നോക്കിക്കോളൂ. ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നു കഴിഞ്ഞാൽ ആരെ എക്സ്പ്രസ് ചെയ്യത്തുള്ളൂ? ടോൾ ആണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ടോൾ ആണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഈ റിസസീവ് ആയിട്ടുള്ള ആൾ ഇവിടെ ആരാണ്? ടി ആണ്, സ്മോൾ ലെറ്റർ ടി ആണ്. പക്ഷെ അത് അവർ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ അവർക്ക് രണ്ട് അലീലുകളുടെ ആവശ്യമാണ്. രണ്ടും സ്മോൾ ടി വന്നാൽ മാത്രമേ അവർ ഡ്വാർഫ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, മനസ്സിലാവുന്നു? ക്യാപിറ്റൽ വന്നാൽ എന്തായിരിക്കും? അത് ഒബ്വിയസ്ലി എക്സ്പ്രസ് ആവും, ടോൾ ആയിട്ടായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി രണ്ടും കൂടെ വരുന്ന സമയത്ത് ഡോമിനന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആരെ ഹിഡൻ ചെയ്യും? റിസസീവ് ആയിട്ടുള്ള ക്യാരക്ടറിനെ ഹിഡൻ ചെയ്യുമെന്ന് അദ്ദേഹം കൺക്ലൂഷനിൽ എത്തി. F1 അതായത് മോണോഹൈബ്രിഡ് ക്രോസിന്റെ കൺക്ലൂഷൻ ആണ് ഈ പറഞ്ഞത്. അപ്പൊ ഡോമിനന്റും റിസസീവും അദ്ദേഹത്തിന്റെ ഫസ്റ്റ് എക്സ്പെരിമെന്റിന്റെ കൺക്ലൂഷൻ ആണ്. മനസ്സിലാവുന്നു? ഡോമിനന്റും റിസസീവും അലീലും ഉണ്ടെങ്കിൽ ആരെ എക്സ്പ്രസ് ചെയ്യത്തുള്ളൂ? ഡോമിനന്റ് അലീലെ എക്സ്പ്രസ് ചെയ്യത്തുള്ളൂ. റിസസീവിനെ എന്ത് ചെയ്യുന്നു? ഹിഡൻ ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. ക്ലിയർ ആണോ? ഇനി എന്തിനാണ് സെൽഫ് പോളിനേഷൻ? അദ്ദേഹം നടത്തിയത് ഇമ്പോർട്ടൻസ് എന്താണ്? സെൽഫ് പോളിനേഷൻ ഇസ് ഡൺ ടു പ്രൊഡ്യൂസ് പ്യുവർ ലൈൻസ്. ഞാൻ പറഞ്ഞില്ലേ, ക്യാപിറ്റൽ ടി അവർ കുറെ നാളായിട്ട് ടോളെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇനി അവര് ടോള് തന്നെ പ്രൊഡ്യൂസ് ചെയ്തത്. പ്യുവർ ലൈൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്?
പ്യുവർലൈൻസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സെൽഫ് പോളിനേഷൻ ഉപയോഗിക്കുന്നത്. ഇൻ വിച്ച് സെയിം ട്രേറ്റ് ഇസ് ഇൻഹെറിറ്റഡ് ജനറേഷൻസ് ആഫ്റ്റർ ജനറേഷൻ. ടോൾ പ്ലാന്റ് പ്രൊഡ്യൂസ് ഓൺലി ടോൾ ഓഫ് സ്പ്രിങ്സ്. അപ്പം ഇത് സെൽഫിങ് ചെയ്താണ്, സെൽഫ് പോളിനേഷൻ ചെയ്താണ് അദ്ദേഹം എന്താക്കി മാറ്റി വെച്ചേക്കുന്നത്? പ്യുവർലൈൻ ടോൾ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചേക്കുന്നത്. ട്രേറ്റ്സ് ഇൻ ദ സെക്കൻഡ് ജനറേഷൻ F2. In the second generation, both dominant and recessive trait appear. They show a ratio of 3:1. അപ്പോ അദ്ദേഹം ആദ്യം ചെയ്ത എക്സ്പെരിമെന്റിൽ F1 എന്തായിരുന്നു? ടോൾ ആയിരുന്നു. അപ്പൊ ഡ്വാർഫിനെ കാണാത്തോണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? F1 സെൽഫ് ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന് എങ്ങനത്തെ റേഷ്യോ ആണ് കിട്ടിയത്? 3:1 ആണ്. അതായത് 3 ടോളും കിട്ടി, ഒരു ഡ്വാർഫും കിട്ടി. അങ്ങനെയല്ലേ കിട്ടിയത്? അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. 3:1 റേഷ്യോ F2. രണ്ടാമത്തെ ജനറേഷനിൽ അദ്ദേഹത്തിന് കിട്ടിയ റേഷ്യോ ആണ് 3:1. ക്ലിയർ ആണ്? നോക്കിക്കേ, അദ്ദേഹം പറഞ്ഞ ഫാക്ടേഴ്സ് തന്നെയാണോ ഈ ജീൻ എന്നുള്ള ക്വസ്റ്റ്യൻ ഞാൻ കൊടുത്തേക്കുന്നത്. നോക്കാം. ഗ്രിഗർ മെന്റൽ ഹൈപ്പോത്തസൈസ്ഡ് ദാറ്റ് ക്യാരക്ടേഴ്സ് ആർ പാസ്ഡ് ഫ്രം പാരന്റ്സ് ടു ഓസ്പ്രിങ്സ് ത്രൂ ഫാക്ടേഴ്സ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് പാരന്റ് ചെടിയിൽ നിന്നും ഓസ്പ്രിങ് ചെടിയിലേക്ക് ക്യാരക്ടേഴ്സ് പോകുന്നത് ഫാക്ടേഴ്സ് വഴിയാണെന്നാണ് അദ്ദേഹം അന്ന് കൺക്ലൂഡ് ചെയ്തത്. ദീസ് ഫാക്ടേഴ്സ് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ ഗമീറ്റ്. ഈ ഫാക്ടേഴ്സ് പോകുന്നത് ഗമീറ്റ് ഫോർമേഷനിലൂടെയാണെന്നും അദ്ദേഹം പറഞ്ഞു. ദീസ് ഫാക്ടേഴ്സ് were identified as genes and after Mendel's time. Genes after Mendel's time. അതായത് മെന്റലിന്റെ സമയത്തിന് ശേഷമാണ് ഇത് ജീൻ ആണെന്നും ഒക്കെ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ജീൻസ് ആർ ലൊക്കേറ്റഡ് ഓൺ ക്രോമോസോംസിന്റെ ന്യൂക്ലിയസ്. ഇന്ന് നമുക്കറിയാം ജീൻസ് ന്യൂക്ലിയസിനകത്ത്, ക്രോമോസോമിനകത്ത് ന്യൂക്ലിയസിനകത്താണ് കാണുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഇന്നറിയാൻ വേണ്ടി ഇന്നറിയാം. So the gene that determine the character can exist in different forms. These different forms of genes are called allele. അതായത് അദ്ദേഹം പറഞ്ഞു ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ഫാക്ടേഴ്സ് ആണ്, ദാറ്റ് ഈസ് ജീൻ ആണ്. സോ ജീനിൽ തന്നെ അലീൽസ് ഉണ്ട്. ഓരോ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അലീൽസ് ഉണ്ടെന്നാണ് പറയുന്നത്. അലീൽസ് ഉണ്ട്, മനസ്സിലാവുന്നു? അപ്പൊ ഒരു ജീനിനെ കൺട്രോൾ ചെയ്യാൻ എത്ര അലീൽസ് ആയിരിക്കും ഉണ്ടാവുക? 2 അലീൽസ് ആയിരിക്കും. നോക്കിയേ, എ ജീൻ യൂഷ്വലി ഹാസ് 2 alleles. Example, height is the trait controlled by the allele capital letter T and small letter t. അതായത് ഹൈറ്റ് എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞ ഫാക്ടർ ആണെന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ നമുക്ക് ഇന്ന് കാണുന്ന ജീൻ ആണെന്ന് വിചാരിച്ചോളൂ. ആ ജീനിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് 2 അലീലുണ്ട്. 2 അലീൽ ഏതൊക്കെയാണെന്ന് അറിയാമോ? ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും. ഇത് വ്യത്യസ്ത രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ആവാം. ചിലപ്പോൾ ചിലവർക്ക് അത് ക്യാപിറ്റൽ ടി എന്നാവാം. ചിലപ്പോൾ ചില പ്ലാന്റ്സിൽ അത് ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്നാകാം. ചിലപ്പോൾ ചില പ്ലാന്റ്സിൽ അത് സ്മോൾ ടി എന്നാകാം. ഇതിൽ അപ്പുറം വേറൊരു അലീൽ ഫോർമേഷൻ നടക്കാം. ഒന്നെങ്കിൽ ക്യാപിറ്റൽ ടി അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി, അല്ലെങ്കിൽ സ്മോൾ ടി. ഇതിൽ ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ മാത്രമേ വരുള്ളൂ. പക്ഷേ ഉറപ്പായിട്ടും ഒരു വ്യക്തിയിൽ, ഒരു ചെടിയിൽ ഈ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന 2 പേര് കാണാം. ഒരു ക്യാപിറ്റൽ ടി മാത്രമായിട്ട് ഒരിക്കലും അത് നിലനിൽക്കില്ല. ഒരു സ്മോൾ ടി മാത്രമായിട്ട് ഒരിക്കലും നിലനിൽക്കില്ല. അപ്പം ഒരു അലീലല്ല, ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി 2 അലീലാണ് ഉണ്ടാവുക. ക്ലിയർ ആണോ? ഇത് ഇത്രയും അദ്ദേഹത്തിന്റെ ഗ്രിഗർ യോഹാൻ മെന്റലിന്റെ എക്സ്പെരിമെന്റിൽ നിന്നും കൺട്രോൾ ചെയ്ത കാര്യങ്ങളാണ്. ഇന്നത്തെ കാര്യം പക്ഷെ അത് റിലേറ്റ് ചെയ്ത് പറഞ്ഞേക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇനി എന്താണ് ഫീനോടൈപ്പ്, എന്താണ് ജീനോടൈപ്പ്? ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കില്ല, പക്ഷെ ക്വസ്റ്റ്യൻ ചോദിക്കും. വാട്ട് ഈസ് ദ ഫീനോടൈപ്പ് ഓഫ് ദ F1 ജനറേഷൻ? വാട്ട് ഈസ് ദ ജീനോടൈപ്പ് ഓഫ് ദ F2 ജനറേഷൻ ചോദിക്കും. അപ്പൊ ഫീനോടൈപ്പ് എന്താണ്, ജീനോടൈപ്പ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. നോക്കിക്കേ, ഫീനോടൈപ്പ് എന്ന് പറയുമ്പോൾ കാഴ്ചയ്ക്ക്, കാണാൻ, ഹൈറ്റ് എന്നുള്ളത്, അല്ലെങ്കിൽ ഹൈറ്റ് എന്നുള്ളത് കാണാൻ പറ്റുന്നതാണ്. അതിൽ തന്നെ ടോൾ എന്നുള്ളതാണ് ഫീനോടൈപ്പ്. ടോൾ പ്ലാന്റ് ആണ്. ടോൾ പ്ലാന്റ് എന്താണ്? കാണാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ അല്ലേ? കാണാൻ പറ്റുന്നതാണ് ടോൾ ആണ്. അല്ലെങ്കിൽ അത് പറയാം ഡ്വാർഫ് ആണ്, പൊക്കം കുറഞ്ഞവയാണ്, ഡ്വാർഫ് ആണ്, അല്ലെങ്കിൽ വയലറ്റ് കളർ ആണ് എന്നൊക്കെ നമുക്ക് പറയാം. ഇതിനാണ് ഫീനോടൈപ്പ് എന്ന് പറയാം. കാഴ്ചയിൽ അത് എങ്ങനെയാണ് ഇരിക്കുന്നത്? ദാറ്റ് ഈസ് കോൾഡ് ഫീനോടൈപ്പ്. ഒബ്സർവബിൾ ക്യാരക്ടറിസ്റ്റിക്സിനെ വിളിക്കുന്ന പേരാണ് എന്തോന്ന്? ഫീനോടൈപ്പ്. മറക്കല്ലേ. ഫീനോടൈപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? കാണാൻ പറ്റുന്നത്. ഒബ്സർവബിൾ ക്യാരക്ടർ ആണ് ഫീനോടൈപ്പ് എന്ന് വിളിക്കാം. ഇനി എന്താണ് ജീനോടൈപ്പ്? ജീനോടൈപ്പ് എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ ടി ഒരു ജീനിനെ കൺട്രോൾ ചെയ്യുന്ന 2 അലീൽസ് ആണ് ഞാൻ എഴുതിയേക്കുന്നത്. ക്യാപിറ്റൽ ലെറ്റർ ടി, സ്മോൾ ലെറ്റർ ടി. ഒരു ജീനിനെ കൺട്രോൾ ചെയ്യുന്ന 2 അലീലാണ് എഴുതിയേക്കുന്നത്. സ്മോൾ ടി ഇതും അങ്ങനെ തന്നെയാണ്. ഇതെന്താണ്? അതിന്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. മനസ്സിലാവുന്നു? സോ ഇങ്ങനെ എഴുതുന്നതിന് നമ്മൾ എന്ത് വിളിക്കുക? ജീനോടൈപ്പ് എന്ന് വിളിക്കാം. ഇത് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. നോക്കിക്കേ, ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ റെസ്പോൺസിബിൾ ഫോർ ദോസ് ക്യാരക്ടേഴ്സ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തോന്ന്? ജീനോടൈപ്പ്. ജീൻസ് അത് എങ്ങനെയാണ് കാണുന്നത്, അതിനെയാണ് ജീനോടൈപ്പ് എന്ന് വിളിക്കാം. നമുക്ക് ഇതിന്റെ ജീനോടൈപ്പ് ഫീനോടൈപ്പ് ഒന്ന് എഴുതി നോക്കാം. ഇപ്പൊ ഞാൻ ക്യാപിറ്റൽ ടി അതിന്റെ ജീനോടൈപ്പ് ആണെന്ന് പറഞ്ഞു. അതിന്റെ ജീനോടൈപ്പ് ആണ്.
എനിക്ക് അതിന്റെ ഫീനോടൈപ്പ് എഴുതാൻ പറ്റുമോ? പറ്റും. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ വന്നാൽ അത് എന്തായിരിക്കും? അതൊരു ടോൾ ആണ്. അതാണ് അതിന്റെ എന്ത്? ഫീനോടൈപ്പ്. ഇനി ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നു, അവിടെയും എനിക്ക് എന്ത് എഴുതാം? അത് കാണാൻ കാഴ്ചയിൽ ഒരു ടോൾ ആയിരിക്കും, ഒരു ടോൾ പ്ലാന്റ് ആയിരിക്കും. കാരണം എക്സ്പ്രസ് ചെയ്യുന്നത് ഡോമിനന്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ ടി ആയിരിക്കും. ഇനി സ്മോൾ ടി വന്നാൽ എനിക്ക് പറയാം അതിന്റെ ഫീനോടൈപ്പ് അതൊരു ഡ്വാർഫ് പ്ലാന്റ് ആയിരിക്കും, അതൊരു പൊക്കം കുറഞ്ഞ ഡ്വാർഫ് പ്ലാന്റ് ആയിരിക്കും. ക്ലിയർ ആണോ പറയുന്നത്? ചിലപ്പോൾ ഫീനോടൈപ്പും ജീനോടൈപ്പും ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ ചോദിക്കും, ഡെഫിനിഷൻ എഴുതാനല്ല ചോദിക്കാം, വാട്ട് ഈസ് ദ ഫീനോടൈപ്പ് ഓഫ് F1 ജനറേഷൻ എന്ന് എഴുതാൻ ചോദിക്കും കേട്ടോ, അല്ലെങ്കിൽ ജീനോടൈപ്പ് എഴുതാൻ വേണ്ടി ചോദിക്കും. അത് മനസ്സിലാക്കി പഠിക്കണേ. നോക്കാം, മോണോഹൈബ്രിഡ് ക്രോസ് ഓഫ് ടോൾ പാരന്റ് വിത്ത് ഡ്വാർഫ് പാരന്റ് ആണ്. നമുക്ക് ആദ്യം ഒന്നിന്റെ ജീനോടൈപ്പ് വെച്ച് വരച്ച് കാണിച്ചു തരാം, നിങ്ങൾ നല്ലോണം മനസ്സിലാക്കിയിരിക്കണേ. നോക്കിക്കേടാ, മെന്റല് മോണോഹൈബ്രിഡ് ക്രോസിനെ സെലക്ട് ചെയ്ത ക്യാരക്ടർ ഹൈറ്റ് ആണ്. അദ്ദേഹം ആദ്യം ചെയ്തത് ടോളായിട്ടുള്ള ഒരു പാരന്റിനെ ഡ്വാർഫായിട്ടുള്ളൊരു പാരന്റുമായിട്ട് ക്രോസ് ചെയ്തു. ഞാനിപ്പോ എഴുതിയേക്കുന്നത് അതിന്റെ ഫീനോടൈപ്പ് ആണ്, കാഴ്ചയിൽ അത് എങ്ങനെ ഇരിക്കും എന്നാണ് ഞാൻ എഴുതിയേക്കുന്നത്. ഇനി ഇതിന്റെ ജീനോടൈപ്പ് ഞാൻ എഴുതട്ടെ. ഞാൻ പറഞ്ഞു അത് എന്താണ്? പ്യുവർ ലൈൻ ആണ്. സോ നമുക്ക് ക്യാപിറ്റൽ ടി തന്നെ എഴുതാം. ഡ്വാർഫും പ്യുവർ ലൈൻ ആണ്, സ്മോൾ ടി ആയിരിക്കും. അപ്പോ ഇത് അതിന്റെ ജീനോടൈപ്പ് ആണ്. ജീനോടൈപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ആ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന രണ്ട് അലീലാണ് ഞാനിവിടെ എഴുതിയേക്കുന്നത്. ഇനി ഇവര് ഇങ്ങനെയല്ല ഗമീറ്റ് ഫോർമേഷനിലേക്ക് പോകുമ്പോൾ, അതായത് ഇത് പാരന്റ് ആണ്, ഇതെന്താണ്? പാരന്റ് ആണ് ഞാനിവിടെ എഴുതിയേക്കുന്നത്. ഇനി പാരന്റ്സിന്റെ ജീൻസ് മുഴുവനായിട്ടും എക്സ്പ്രസ് ചെയ്യുന്നില്ല, അത് ഗമീറ്റ് ഫോർമേഷൻ ചെയ്യും അല്ലെ? ഗമീറ്റ് അതായത് അവരുടെ എഗ്ഗും അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസും ആയിട്ടാണ് അവർ എന്ത് ചെയ്യുക? ഗമീറ്റ് ഫോം ചെയ്യുക. അപ്പൊ ആ ഗമീറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ഇതില് ഒരലീല് മാത്രമേ പോകുന്നുള്ളൂ, ഒരലീല് മാത്രമേ ഗമീറ്റ് ഫോർമേഷനിൽ പങ്കെടുക്കുന്നുള്ളൂ. ഇവിടെ രണ്ടും ക്യാപിറ്റൽ ടി ആയതുകൊണ്ട് ഇവിടെ ഉണ്ടാവുന്ന ഗമീറ്റ് ക്യാപിറ്റൽ ടി ആയിരിക്കും. രണ്ടലീലും ക്യാപിറ്റൽ ടി ആയതുകൊണ്ട് ഇവിടെ ഉണ്ടാവുന്ന ഗമീറ്റ് എന്ത് തന്നെ ആയിരിക്കും? ഒരു ക്യാപിറ്റൽ ടി ആയിരിക്കും. അതായത് രണ്ടലീലിൽ ഒരലീല് മാത്രമേ ഗമീറ്റ് ഫോർമേഷനിൽ പങ്കെടുക്കുന്നുള്ളൂ. ആണെങ്കിൽ ഇവിടെ നിങ്ങൾ പറഞ്ഞേ രണ്ടും സ്മോൾ ടി ആണ്, ഇവിടെ ഉണ്ടാവുന്ന ഗമീറ്റിൽ ഉണ്ടാവുന്ന അലീൽ ഏതായിരിക്കും? സ്മോൾ ടി ആയിരിക്കും. ഈ വട്ടം വരച്ചേക്കുന്ന കണ്ടോ, ഈ സർക്കിൾ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്തെന്ന് ചോദിച്ചാൽ ദേ ആർ ഗമീറ്റ്. അവര് പാരന്റ് അല്ല, പാരന്റുള്ള രണ്ട് അലീൽസ് അവർക്ക് കാണത്തില്ല. അലീൽ അവര് ഗമീറ്റ് ആണ്. എന്തിലേക്ക് പോകുന്നത്? നെക്സ്റ്റ് ജനറേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇവർ രണ്ടുപേരായിരിക്കും എന്ത് ചെയ്യുന്നത്? നെക്സ്റ്റ് ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്യുക. ക്ലിയർ ആണോ പറയുന്നത്? ഇത്രയും ക്ലിയർ ആണോ? മോണോഹൈബ്രിഡ് ക്രോസ് വരയ്ക്കാൻ ചോദിക്കും കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയുവാണ്, ടോളായിട്ടുള്ള ഒരു പാരന്റിനെയും ഡ്വാർഫായിട്ടുള്ള പാരന്റിനെയും അദ്ദേഹം എടുത്തു ക്രോസ് ചെയ്യുവാണ്. അവരുടെ ജീനോടൈപ്പ് ആണ് ഞാൻ എഴുതിയേക്കുന്നത്. ഇതൊരു ജീനോടൈപ്പ് ആണ്, അവരുടെ ജീനോടൈപ്പ് ആണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത് രണ്ടും. ഇനി ഈ ഒരു ടി എഴുതാൻ കാരണം അത് ഗമീറ്റ് ഫോർമേഷൻ ആണ്, രണ്ടലീലും ഗമീറ്റിൽ എക്സ്പ്രസ് ചെയ്യത്തില്ല. മനസ്സിലാവുന്നു? ലോ ഓഫ് സെഗ്രിഗേഷൻ ആണ്, നമ്മൾ പഠിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നു ലോ ഓഫ് സെഗ്രിഗേഷൻ. അതായത് രണ്ടലീലും കൂടെ എക്സ്പ്രസ് ചെയ്യത്തില്ല, അവര് ഒരലീല് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഗമീറ്റ് ഫോർമേഷനെ സെഗ്രിഗേറ്റ് ചെയ്ത് വരത്തുള്ളൂ. അതാണ് ലോ ഓഫ് സെഗ്രിഗേഷൻ. മെന്റലിന്റെ ഒരു കൺക്ലൂഷൻ ആണ് കേട്ടോ അതും. ഇവിടെ അതുപോലെ തന്നെയാണ് സ്മോൾ ടി പാരന്റ്സിൽ എക്സ്പ്രസ് ചെയ്യുന്നു, എന്നാൽ ഗമീറ്റ് ഫോർമേഷൻ സമയത്ത് ഒരു ടി അല്ലെങ്കിൽ ഒരു അലീല് മാത്രമേ അതിൽ എക്സ്പ്രസ് ചെയ്യുന്നുള്ളൂ. കാരണം ഇവിടെ രണ്ടും സ്മോൾ ടി ആയതുകൊണ്ടാണ് ഇവിടെ സ്മോൾ ടി എക്സ്പ്രസ് ചെയ്തത് കേട്ടോ. ക്ലിയർ ആണ് നിങ്ങൾക്ക്? ഇപ്പൊ ഇത് രണ്ടും കൂടെ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓഫ്സ്പ്രിങ് എങ്ങനെയായിരിക്കും? ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിരിക്കും. ഈ ഒരു ടിയും കൂടെ ചേർന്ന് നമുക്ക് ഉണ്ടാകുന്നത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. ഇതിന്റെ ജീനോടൈപ്പ് ആണ്. ഇതിന്റെ ഫിനോടൈപ്പ് എന്താണ് ഞാൻ എഴുതാൻ പോകുന്നത്? ടോൾ ആണ്. ഇതാണ് നമുക്ക് F1 ജനറേഷനിൽ കിട്ടിയത്. ക്ലിയർ അല്ലേ? അപ്പോ ഗ്രിഗർ യോഹാൻ മെന്റലിന്റെ മോണോഹൈബ്രിഡ് ക്രോസിലെ F1 ജനറേഷൻ ആണ് ഞാനിപ്പോൾ വരച്ച് കാണിച്ചേക്കുന്നത്. ഇത് ഇത്ര ഒന്ന് മനസ്സിലാക്കി പഠിക്കണേ. ഇത് എന്തൊക്കെയാണ്, എന്താണ് എന്റെ ഫീനോടൈപ്പ്, ജീനോടൈപ്പ് എങ്ങനെ എഴുതി, ഗമീറ്റ് ഫോർമേഷനിലെ അലീൽസിനെ എങ്ങനെ ഗമീറ്റ് എങ്ങനെ എഴുതി എന്നുള്ളത് മനസ്സിലാക്കുക. അത് ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന F1 ജനറേഷനും അതിന്റെ ഫീനോടൈപ്പ് എങ്ങനെയാണ്, ജീനോടൈപ്പ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആണ്? ഇനി അദ്ദേഹം ചെയ്തത് എന്താണ്? ഡ്വാർഫ് ക്യാരക്ടർ കിട്ടാത്തതുകൊണ്ട് F1 അദ്ദേഹം എന്ത് ചെയ്തു? F1 അദ്ദേഹം സെൽഫ് ചെയ്തു. അപ്പൊ F1 കിട്ടിയ പാരന്റ്സ് അതിനെ പാരന്റ് ആയിട്ട് എടുത്തു. അപ്പൊ F1 കിട്ടിയത് ഏതായിരുന്നു? ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. ഇവിടെയും ക്യാപിറ്റൽ ടി സ്മോൾ ടി തന്നെയാണ്. ഇത് രണ്ടും എന്ത് തന്നെയാണ്? ടോൾ തന്നെയാണ്. രണ്ടും ടോൾ. കാരണം ക്യാപിറ്റൽ ടി ഈസ് ഡൊമിനന്റ് ഓവർ സ്മോൾ ടി. അതുകൊണ്ട് എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടർ ഡൊമിനന്റ് ക്യാരക്ടർ ആയിരിക്കും. അതുകൊണ്ട് ഇവർ രണ്ടുപേരും ജീനോടൈപ്പ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണെങ്കിലും സ്മോൾ ടി ഉണ്ടെങ്കിലും ഡൊമിനന്റ് ആയിട്ടുള്ള ടോൾ ആയിരിക്കും അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും എന്ത് പ്ലാന്റ് തന്നെയാണ്? ടോൾ പ്ലാന്റ് തന്നെയാണ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ രണ്ട് അലീൽസും വ്യത്യസ്തരാണ്. ഒരാൾ ക്യാപിറ്റൽ ടി, ഒരാൾ സ്മോൾ ടി ആണ്. സോ ഗമീറ്റ് ഫോർമേഷൻ സമയത്ത് ഇവർ ഗമീറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ക്യാപിറ്റൽ ടി ഉള്ള ഒരു ഗമീറ്റും പ്രൊഡ്യൂസ് ചെയ്യും, സ്മോൾ ടി ഉള്ള ഒരു ഗമീറ്റും പ്രൊഡ്യൂസ് ചെയ്യും.
ക്ലിയർ ആണോ? വ്യത്യസ്ത അലീൽസ് അല്ലേ അവിടെ ഉള്ളത്. ക്യാപിറ്റൽ ടി ആകുമ്പോഴത്തേനും അവിടെ എക്സ്പ്രസ് അവിടെ ഗമീറ്റ് ഫോർമേഷൻ ഒരാൾക്ക് പങ്കെടുക്കാൻ ചാൻസ് ഉള്ളൂ, ക്യാപിറ്റൽ ടിക്ക് മാത്രം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ 2 അലീൽസിനും പങ്കെടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ അങ്ങനെയാണ്, ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇവിടെ ഉണ്ടാവുന്ന ഗമീറ്റ് ഇങ്ങനെ ആയിരിക്കും. ഗമീറ്റ് ആണെന്ന് എങ്ങനെ മനസ്സിലായി? ഞാൻ സർക്കിൾ വരച്ചിട്ടുണ്ട്. സർക്കിൾ വരയ്ക്കുന്നത് എപ്പോഴും എന്തിനെ സൂചിപ്പിക്കാനാണ്? ഗമീറ്റ് ആണെന്ന് സൂചിപ്പിക്കാനാണ്. അതായത് നെക്സ്റ്റ് ജനറേഷനിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നത് ഗമീറ്റ് ആണ്. നെക്സ്റ്റ് ജനറേഷൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഗമീറ്റ് ആണ് ടേക്ക് പാർട്ട് ചെയ്യുന്നത്. സോ അവരെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർക്കിൾ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇവരെ ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്യാന്ന് വെച്ചാൽ നോക്കിക്കേ, ഇവിടുത്തെ ക്യാപിറ്റൽ ടിയും നെക്സ്റ്റ് പാരന്റിന്റെ ക്യാപിറ്റൽ ടിയും തമ്മിൽ ക്രോസ് ചെയ്യണം. ഇവിടുത്തെ ക്യാപിറ്റൽ ടിയും നെക്സ്റ്റ് പാരന്റിന്റെ സ്മോൾ ടിയും തമ്മിൽ ക്രോസ് ചെയ്യണം. ഇവിടുത്തെ സ്മോൾ ടിയും നെക്സ്റ്റ് പാരന്റിന്റെ ക്യാപിറ്റൽ ടിയും ക്രോസ് ചെയ്യാം. ഇവിടുത്തെ സ്മോൾ ടി ആൻഡ് നെക്സ്റ്റ് പാരന്റ് സ്മോൾ ടി ക്രോസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ ഒരാള്, ഒരു ഓഫ്സ്പ്രിങ്, ഇവിടെ നെക്സ്റ്റ് ഓഫ്സ്പ്രിങ്, ഇവിടെ അടുത്ത ഓഫ്സ്പ്രിങ്, അങ്ങനെ മൊത്തം 4 ഓഫ്സ്പ്രിങ് കിട്ടും. 4 പേരെയാണ് കിട്ടാൻ പോവാ. നോക്കാം. അപ്പോൾ ക്യാപിറ്റൽ ടി ആയാൽ ഇവിടെ എന്ത് കിട്ടും? ക്യാപിറ്റൽ ടി കിട്ടും അല്ലേ? ക്യാപിറ്റൽ ടി കിട്ടും. ഓക്കെ ആണ്. അടുത്ത് ഇവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയാൽ ഇവിടെ നമുക്ക് എന്താ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക? ക്യാപിറ്റൽ ടി സ്മോൾ ടി കിട്ടും. ഇവിടെ നോക്കിക്കേ, ക്യാപിറ്റൽ സ്മോൾ ടിയും ക്യാപിറ്റൽ ടിയും കൂടെ ആകുമ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഞാൻ എന്തുകൊണ്ട് സ്മോൾ ടി ആദ്യം എഴുതുമെന്ന് ചോദിച്ചാൽ ഡോമിനന്റ് ആയിട്ടുള്ള അലീൽസ് ആയിരിക്കും ആദ്യം എഴുതാവുന്നതാണ്. ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് എഴുതി. ഇനി സ്മോൾ ടിയും വന്നാൽ അവിടെ ഡോമിനന്റ് റെസിസീവും ഇല്ല, രണ്ടും റെസിസീവ് തന്നെയാണ്. സ്മോൾ ടി. അപ്പൊ നോക്കി, ഇത് ടോൾ ആണ്, ഇതിന്റെ ഫീനോടൈപ്പ് ടോൾ ആണ്, ഇതിന്റെ ഫീനോടൈപ്പും ടോൾ ആണ്, ഇതിന്റെ ഫീനോടൈപ്പും ടോൾ ആണ്. പക്ഷെ ഇത് മാത്രം എന്തായി നമുക്ക് കിട്ടി? ഡ്വാർഫ് ആയിട്ട് കിട്ടി. ക്ലിയർ ആണോ? അപ്പോ 3:1 റേഷ്യോ കിട്ടിയില്ലേ? ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഈ 3:1 റേഷ്യോ എന്ന് പറയുന്നത് ജീനോടൈപ്പിക് റേഷ്യോ ആണോ ഫീനോട്ടിപ്പിക് റേഷ്യോ ആണോ? ഫീനോടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കിനും കാണാനല്ലേ ഈ 3 പേര് ടോളും ഒരാള് ഡ്വാർഫും? കാണാൻ വേണ്ടിയാണ് 3 പേര് ടോളും ഒരാള് ഡ്വാർഫും. അപ്പൊ അത് എന്ത് റേഷ്യോ ആണ്? ഫീനോട്ടിപ്പിക് റേഷ്യോ ആണ് കേട്ടോ. ഫീനോട്ടിപ്പിക് റേഷ്യോ ആണ്. 3:1 എന്ന് എഴുതിയേക്കുന്നത് എന്താണ്? ഫീനോട്ടിപ്പിക് റേഷ്യോ ആണ്. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? എങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിന്റെ ജീനോട്ടിപ്പിക് റേഷ്യോ എങ്ങനെ വരും എന്ന് ആലോചിച്ച് നോക്കാമോ? ജീനോടൈപ്പ് എങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടിയത്? ഒരാളെ ക്യാപിറ്റൽ ടി എന്ന് കിട്ടി, മറ്റൊരാളെ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് കിട്ടി, അടുത്ത ആളും ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് കിട്ടി, ലാസ്റ്റ് ആള് സ്മോൾ ടി എന്ന് കിട്ടി. ഇതാണ് ഇതിന്റെ ജീനോടൈപ്പ്. കാഴ്ചയിൽ ഒന്നാമത്തെ ആള് ടോളാണ്, രണ്ടാമത്തെ ആള് ടോളാണ്, മൂന്നാമത്തെ ആളും ടോളാണ്, നാലാമത്തെ ആള് ഡ്വാർഫാണ്. അതാണ് 3:1 കേട്ടോ. ഇനി ഇതിന്റെ ജീനോടൈപ്പിക് റേഷ്യോ പറയുവാണെങ്കിൽ ക്യാപിറ്റൽ ടി ഉള്ള ഒരാളല്ലേ ഉള്ളൂ? ഒരാളെ ഉള്ളൂ. ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉള്ള എത്ര പേരുണ്ട്? 2 പേരുണ്ട്. സ്മോൾ ടി ഉള്ള ഒരാളല്ലേ ഉള്ളൂ? അപ്പൊ 1. 1:2:1 ആണ് ഇതിന്റെ ജീനോടിപ്പിക് റേഷ്യോ. ക്ലിയർ ആണോ? എന്താണ് ഫീനോടൈപ്പ് എന്ന്, എന്താണ് ജീനോടൈപ്പ് എന്ന് മനസ്സിലാക്കിയോ? ക്ലിയർ ആണ്. 3:1 ആണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്നത്. അത് മാത്രം ഒന്ന് മനസ്സിലാക്കി പഠിക്കുക. എന്താണ് ഫിനോടൈപ്പിക് റേഷ്യോ, 3:1 എങ്ങനെ കിട്ടുന്നു മനസ്സിലാക്കി പഠിക്കുക. ജീനോടൈപ്പിക് റേഷ്യോ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്? ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. ശരി, നമുക്കിനി ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത് നോക്കാം. മോണോഹൈബ്രിഡ് ക്രോസ് ഓഫ് ടോൾ പാരന്റ് വിത്ത് ഡ്വാർഫ് പാരന്റ്. അതാണ് നമ്മൾ ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്നത്. ടോൾ പാരന്റും ഡ്വാർഫ് പാരന്റും അതിന്റെ ഫീനോടൈപ്പ്, ജീനോടൈപ്പ്, ഗമീറ്റ് എഴുതുന്നത് എങ്ങനെയാണെന്നും ക്രോസ് എങ്ങനെയാണെന്നും F1 കിട്ടി. F1 സെൽഫ് എഴുതുന്നത് എങ്ങനെയാണ്, അപ്പൊ അതിന്റെ അലീൽസിനെ എങ്ങനെ ഗമീറ്റ് ഫോർമേഷനിൽ കൊണ്ടുവന്നു, 4 ഓഫ്സ്പ്രിങ്സ് ഉണ്ടായി, അതിന്റെ റേഷ്യോ ഫീനോടൈപ്പിക് റേഷ്യോയും മനസ്സിലായി, ജീനോടൈപ്പിക് റേഷ്യോയും മനസ്സിലായി. അടുത്ത് മെന്റൽസ് പോസ്റ്റ്ലേറ്റ്സ്. അദ്ദേഹം എന്തൊക്കെയാണ് കണ്ടുപിടിച്ച കാരണങ്ങൾ, അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്? ട്രേറ്റ് ഈസ് കൺട്രോൾഡ് ബൈ 2 ഫാക്ടേഴ്സ്. ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ 2 ഫാക്ടർ ഉണ്ട്. ടോളിനെ കൺട്രോൾ ചെയ്യാൻ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ഇല്ലേ? അത് തന്നെ. When a pair of contrasting trait hybridized, only one of the contrasting trait is expressed in the first generation and the other remain hidden. നമ്മൾ ടോളും ഡ്വാർഫും ക്രോസ് ചെയ്ത സമയത്ത് F1 ടോൾ മാത്രമല്ലേ എക്സ്പ്രസ് ചെയ്തുള്ളൂ, അതായത് ഡ്വാർഫ് അവിടെ ഹിഡൻ ആയിട്ട് ഇരിക്കുവാണ്. അതാണ് അദ്ദേഹം പറഞ്ഞത്. 2 ക്യാരക്ടറിനെ നമ്മൾ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരാളെ എക്സ്പ്രസ് ചെയ്യുള്ളൂ, മറ്റേ ആളെ ഹിഡൻ ആയിട്ട് ഇരിക്കുന്നു. The trait that appears in the first generation is called dominant.
ആരാണോ ഫസ്റ്റ് ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്തത് അയാളെയാണ് ഇദ്വിക യോഹാൻ മെൻഡൽ എന്തെന്ന് വിളിച്ചത്? ഡോമിനന്റ് ക്യാരക്ടർ എന്ന് വിളിച്ചത്. അതേപോലെ ഹിഡൻ ട്രേറ്റ് ഈസ് കോൾഡ് റിസസീവ് ട്രേറ്റ്. ഹിഡൻ ആയിട്ടുള്ള ക്യാരക്ടർ അദ്ദേഹം എന്ന് വിളിച്ചു? റിസസീവ് എന്ന് വിളിച്ചു. When gametes are formed, the factors that determine the trait get separated without mixing. Gamete ഫോം ചെയ്യുന്ന സമയത്ത് ഇവർ തമ്മിൽ മിക്സിംഗ് ഒന്നും നടക്കുന്നില്ല. ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ് അവിടുത്തെ ഗമീറ്റ്, അവിടുത്തെ അലീലെങ്കിൽ അവര് രണ്ടുപേരും എന്തായിട്ട് മാറുന്നു? രണ്ട് സെപ്പറേറ്റ് ഗമീറ്റ് ഫോർമേഷനിലേക്ക് ഏർപ്പെടുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇൻ ദ സെക്കൻഡ് ജനറേഷൻ ദ റേഷ്യോ ഓഫ് ഡോമിനന്റ് ടു റിസസീവ് ട്രേറ്റ് ഈസ് 3:1. 3:1 നിങ്ങൾക്ക് അറിയാം എന്ത് റേഷ്യോ ആണ്? ഫീനോട്ടിപ്പിക് റേഷ്യോ ആണ് കേട്ടോ. 3:1 എന്ത് റേഷ്യോ ആണെന്ന് നിങ്ങൾക്ക് അറിയാം? ഫീനോട്ടിപ്പിക് റേഷ്യോ ആണ് നിങ്ങൾക്ക് അറിയാം. ഫീനോടൈപ്പിന്റെ റേഷ്യോ